ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഫ്സീറുൽ ഖുർആൻ മിൻ ഖിലാലി ഉലൂമിൽ ഖുർആൻ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഖുർആനിൻ്റെ ആഖ്യാന വ്യാഖ്യാനങ്ങൾക്ക് ഉലൂമുൽ ഖുർആനിൻ്റെ ആവശ്യകത എന്ന് നമുക്കത് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യാം. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ സഹാബികളിലൂടെ തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ ആദ്യമായി ഒരു തഫ്സീറിൻ്റെ പേര് കേൾക്കുന്നത്. അതിനുശേഷം നിരവധി പണ്ഡിതന്മാർ, സഹാബികൾ, താബികൾ, താബികൾ, അവരടക്കുന്ന സലഫ് സാലിഹ്യങ്ങൾ, പിന്നീടുള്ള ഖലഫ്, പിന്നീടുള്ളവർ എല്ലാവരും ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചവരാണ്. ഇവിടെ നമ്മുടെ വിഷയം തഫ്സീർ എന്നത് അത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനാവശ്യമായ ഖുർആനിക വൈജ്ഞാനിക മേഖലകളെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടത്തുന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തഫ്സീർ പോലും ഉലൂമുൽ ഖുർആനിൻ്റെ ഭാഗമാണ്. ഖുർആനിൻ്റെ ഇൽമുകളിൽ ഒന്നാണ് തഫ്സീർ. പക്ഷേ ഈ തഫ്സീർ നടത്തുന്ന ആൾ, മുഫസ്സിർ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വിവിധ വൈജ്ഞാനിക മേഖലകളെ കുറിച്ചിട്ടുള്ള ഒരു ഫീൽഡാണ് ഉലൂമുൽ ഖുർആൻ. അതായത് തഫ്സീർ എന്നത് ഉലൂമുൽ ഖുർആനിൽ മാറി നിൽക്കുന്നതല്ല, അതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഈ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പണ്ഡിതന്മാർ എല്ലാവരും എന്താണ് ഖുർആൻ എന്ന് സംസാരിക്കുന്നുണ്ട്. ഖുർആൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഒരു വേദഗ്രന്ഥമായിട്ടാണ് പൊതുവെ പരിഗണിക്കുന്നത്. മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം എന്ന നിലയിലാണ് പുറം ലോകം കാണുന്നത്. പക്ഷെ ഖുർആൻ എങ്ങനെയാണോ കാണുന്നത്, ഖുർആനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന ചർച്ചയിൽ നിന്നാണ് ഈ ഉലൂമുൽ ഖുർആൻ്റെ പണ്ഡിതന്മാർ ഖുർആനിനെ അവലോകനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഖുർആൻ സംബന്ധിച്ച് ഇത്രയും പഠനങ്ങൾ ഉണ്ടായത്, ഇത്രയും തഫ്സീറുകൾ എന്തുകൊണ്ടുണ്ടായത്, ഇപ്പോഴും എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഖുർആനിനെ കുറിച്ച് ജനറലായ മുജ്മലായ പഠനങ്ങളുണ്ട്, ഖാസായ പഠനങ്ങളുണ്ട്, പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഖുർആനെ സംബന്ധിച്ചുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കാരണം ഖുർആനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം എന്ന രീതിയിലല്ല എന്നതാണ്. ഖുർആൻ പല ഭാഗങ്ങളിൽ ഖുർആൻ ദിക്ർ എന്ന രീതിയിൽ പരാമർശിക്കുന്നത് കാണാം, ഖുർആനെ ഫുർഖായി പരാമർശിക്കുന്നത് കാണാം, ഹുദൽ ലിന്നാസ് എന്ന രീതിയിൽ പരാമർശിക്കുന്നത് കാണാം, അതുപോലെ തന്നെ ബയാനുൽ ലിന്നാസ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നത് കാണാം. ഇങ്ങനെ ധാരാളം പദപ്രയോഗങ്ങളിലൂടെ ചിലയിടത്താൽ ഉർവത്തുൽ വുസ്ഖ, ഹബുല്ലാ, അള്ളാഹുവിൻ്റെ പാശം, അങ്ങനെ പല വിശദീകരണങ്ങൾ നമുക്ക് ഖുർആനെക്കുറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഓരോ വിശദീകരണങ്ങളിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് മുൻകാല ജനസമൂഹങ്ങളെക്കുറിച്ചും മുൻകാല പ്രവാചകന്മാരെക്കുറിച്ചും അവർക്ക് വന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമുള്ള ആലോചന നടത്തുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ദിക്ർ പറയുന്നത്. കാരണം ദിക്ർ ചൊല്ലി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ദിക്ർ എന്ന് പറയുന്നതിന് ഒരു പൂർവ്വകാല ചരിത്രത്തിലേക്കുള്ള ഒരു ബന്ധം നമുക്കതിന് കാണാം. അൽ ഉർവത്തുൽ വുസ്ഖ അല്ലെങ്കിൽ ഹബലുല്ലാ ഹബിലില്ല എന്നൊക്കെ രീതിയിലുള്ള ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പാശം, ഇത് മുൻകാല ജനതയ്ക്കും കൊടുത്തതുപോലെ തന്നെ ഇനി വരുന്ന ജനസമൂഹത്തിനും അള്ളാഹ് നൽകുന്ന ബലിഷ്ഠമായ പാശം, കയറ് എന്നുള്ള അർത്ഥത്തിലും ഈ പദത്തെ ഉപയോഗിക്കുന്നത് നമുക്ക് ഖുർആൻ കാണാം. കാരണം ഖുർആൻ സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് മുസ്ലിങ്ങൾക്കായിട്ട് വന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലയിലല്ല എന്ന് ഉറപ്പുവരുത്താനാണ്. അതുകൊണ്ടാണ് ഹുദൽ ലിന്നാസ് എന്ന് ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഫുർഖാൻ എന്നുള്ള പദത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഖുർആനെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ടെന്നും അത് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും വിശദീകരിക്കുന്നത്. കാരണം ഇമാം ഗസാലി ഖുർആനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ ഖുർആനിന് ഓരോ കലിമത്തിനും ഇത് ലിക്കുല്ലി കലിമത്തിൻ അദ്ദേഹം പറയുന്നുണ്ട്, ലാഹിറും വ ബാത്തുൻ ഹദ്ദുൻ വ മുത്തല. ഓരോ കലിമത്തിനും, ഖുർആൻ്റെ ഓരോ കലിമത്തിനും ലാഹിറായ ഒരർത്ഥമുണ്ട്, പ്രകടമായ ഒരർത്ഥമുണ്ട്.
അതുപോലെ തന്നെ ഖുറാനിന് ബാത്തിനായ ഒരർത്ഥവുമുണ്ട്, അതിൻ്റെ ഇന്നർ മീനിങ്ങും ഉണ്ട്, ഔട്ട്വാർഡ് മീനിങ്ങും ഉണ്ട്, ഇന്നർ മീനിങ്ങും ഉണ്ട്. ഖുറാന് ഹദ്ദുണ്ട്, ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഹദ് എന്ന ഹുദൂദുള്ള എന്ന രീതിയിൽ നമുക്ക് പരിചയമുള്ള പദപ്രയോഗമാണ്. ഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹു വെക്കുന്ന ഒരു മന എന്നാണല്ലോ ഹദ്ദിൻ്റെ ഭാഷാർത്ഥം, ഒരു അതിർവരമ്പ് എന്നുള്ള തരത്തിൽ ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഖുർആൻ മതലമുണ്ട്, ഒരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട്. ഇത് ഈ പറയുന്ന തരത്തിൽ ഖുർആൻ്റെ ഓരോ ഹർഫിനും ഓരോ കെലിമത്തിനും ഇങ്ങനെ അർത്ഥമുണ്ട് എന്നതുകൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ആ തരത്തിലുള്ള പഠനങ്ങൾ അത്യാവശ്യമാണ്. ആ തരത്തിലുള്ള പഠനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വളരെ നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആൻ എന്ന് പറയുന്നത് ലളിതമാണ്. ഇന്നദ്ദീന യൂസുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എളുപ്പമുള്ളതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് യുസ്റാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല, ഉസ്ർ അല്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഇത്രയും പഠനങ്ങളുടെ ആവശ്യം എന്താണ്? കാരണം അത് വേദഗ്രന്ഥമാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കലിമത്താണ്. മനുഷ്യൻ അതീതമായ വാക്കുകളുള്ള, മനുഷ്യൻ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുള്ള, വിവരങ്ങളുള്ള, ആഴത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് അത് ആഴത്തിലുള്ള പഠനങ്ങളും കൂടി ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ടും കൂടിയിട്ടാണ് പഠനങ്ങൾ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന പഠനശാഖ തന്നെ രൂപപ്പെട്ടത്. ഈ ഉലൂമുൽ ഖുർആൻ എന്നത് ആദ്യകാലങ്ങളിൽ ഈ പദപ്രയോഗങ്ങൾ പല കിതാബുകളിലും ഏകദേശം 10-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉലൂമുൽ ഖുർആനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില കിതാബുകളിൽ ഈ ഉലൂമുൽ ഖുർആൻ എന്നുള്ള പദങ്ങൾ വന്നിരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പറയുകയാണ്. ഉലൂമുൽ ഖുർആനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന പദങ്ങൾ ആദ്യകാല രചനകൾ വന്നു. ഉദാഹരണമല്ല ഹാവി ഫി ഉലൂമുൽ ഖുർആൻ, ഇബ്നുൽ മർസൂബാൻ്റെ ഒരു കിതാബാണ്. ഇത് 10-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കിതാബാണ്. അതിൽ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന പദങ്ങൾ കടന്നു വന്നെങ്കിൽ പോലും ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പഠനങ്ങൾ അന്ന് ആ കിതാബിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ അൽ ബുർഹാൻ ഫി ഉലൂമുൽ ഖുർആൻ, അബുൽ ഹസൻ അൽ കൂഫി, ഇതൊക്കെ 10-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്ന കിതാബുകളുടെ പേരുകളാണ്. ഈ കിതാബുകളിലൊക്കെ നമ്മൾ പറയാലോ ഹോണറബിൾ മെൻഷൻസ് എന്ന തരത്തിൽ ഈ ഉലൂമുൽ ഖുർആന്റെ പദങ്ങൾ വരികയും ആ പദങ്ങൾ അവരവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനെ കുറിച്ചുള്ള ആകെ മൊത്തം പഠനം എന്ന രീതിയിലായിരുന്നു. എന്നാൽ 10-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം 11-ാം നൂറ്റാണ്ടോടുകൂടി ഈ വിഷയത്തിൽ ഫഹമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബ്, അൽ ഹാരിസ് അൽ ഹാസിബിയുടെ 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പേരാണ് ഫഹമുൽ ഖുർആൻ. ഈ ഒരു പഠനമാവാം ഒരുപക്ഷെ ആദ്യത്തെ കിതാബ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടെയാണ് ഉലൂമുൽ ഖുർആൻ എന്താണ്, എന്തൊക്കെ പഠനശാഖകളാണ് അതിൽ വരുന്നതെന്ന് ചർച്ച ചെയ്യുന്നതാണ്. ചില പണ്ഡിതന്മാർ, ഇമാം ഗസാലിനെ പോലുള്ള ആൾക്കാർ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് 100-ലധികം ഒക്കെ എണ്ണുന്നത് കാണാം. പഠനശാഖ, സയൻസസ് എന്നാണല്ലോ ഉലൂം എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അതിൽ പലതരം വിജ്ഞാനങ്ങൾ ഒരുപാടുണ്ട് എന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു അത് തൗഹീദാണ്, അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ മുഹ്കമാത്തുകൾ, ഈ കൽപ്പനകളാണ്. ഇങ്ങനെ എണ്ണി വേർതിരിക്കുന്നത് കാണാം. നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പിന്നെ വരുമ്പോൾ പറയാവുന്നതാണ്. പക്ഷേ ഈ കിതാബുകളൊക്കെയാണ് തുടക്കമിടുന്നത്. ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഒന്നാമത്തെ മുഹാസിബിയുടെ കിതാബാണ്. രണ്ടാമത്തെ അൽ ബുർഹാൻ ഫി മുഷ്കിലാത്തുൽ ഖുർആൻ, അത് ഇബ്നു മൻസൂർ ജീലി, അത് അദ്ദേഹം 1100-കളിൽ ജീവിച്ച ഒരാളാണ്. 10-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കിതാബുള്ളത്. അതുപോലെ ഇബ്നുൽ ജൗസിയുടെ, ഇമാം ഇബ്നുൽ ജൗസി നമുക്കെല്ലാവർക്കും പരിചയമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഫുനൂനുൽ അഫ്നാൻ ഫി ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കിതാബിലും ഉലൂമുൽ ഖുർആനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ ജമാലുൽ ഖുറാ, സഹാഫിയുടെ 1245-ൽ മരണമടഞ്ഞ ഇമാം സഹാബിയുടെ ജമാലുൽ ഖുറാ എന്ന് പറയുന്ന കിതാബിലും ഉലൂമുൽ ഖുർആനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അൽ മുർഷിദുൽ വാജിസ് അബൂ ഷാമ 1266. ഞാനിത് പറയുന്നത് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന പഠനശാഖ മധ്യകാലഘട്ടത്തിന് മുമ്പേ തന്നെ ഇസ്ലാമിക ലോകത്ത് പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബുകൾ പരാമർശിച്ചത്. അതായത് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പഠിക്കേണ്ട ചില സിലബസുകളിൽ ഒരു ഭാഗം എന്നതല്ല, പണ്ട് മുതലേ തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
കാരണം ഈ നമുക്കറിയാം ഏതൊരു വിഷയം പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി, ചരിത്രാത്മകത നമ്മൾ അറിയേണ്ടതുണ്ട്. ഏതൊരു വിഷയത്തിനും ചരിത്രം ഒരു വലിയ ബാക്കപ്പാണ്. അതുകൊണ്ട് ഈ പദം എങ്ങനെ രൂപപ്പെട്ടു, എന്തിനു രൂപപ്പെട്ടു എന്നതും കൂടി അറിയേണ്ടതുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ് ഇത് വളർന്നു വന്നത്, വിശാലമായത് എന്നും കൂടി നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് നമുക്ക് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന വിശദീകരണത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോവേണ്ടത്. ഉലൂമുൽ ഖുർആനിൽ ഏറ്റവും അധികം ആദ്യം ചർച്ച ചെയ്യുന്നത് വഹീനെ കുറിച്ച് തന്നെയാണ്. വഹീ എന്താണ്? വഹീ എന്നത് എത്ര കാറ്റഗറികളിലാണ് ഖുർആൻ പരാമർശിച്ചത്? വഹീ ലഭിക്കുന്നവരൊക്കെയും പ്രവാചകരാണോ? വഹീ ആണുങ്ങൾക്ക് മാത്രമാണോ ലഭിച്ചിട്ടുള്ളത്? അല്ല, വഹീ മനുഷ്യന്മാർക്ക് മാത്രമാണോ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് വഹീനെ കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച. കാരണം വഹീ എന്നത് ഒരു ആശയ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം വഹീ അതിപ്രധാനമാണ്. കാരണം വഹീ സൃഷ്ടിയെ, മഖ്ലൂക്കിനെ ഖാലിഖുമായി കണക്ട് ചെയ്യുന്ന ആ ദൈവിക ആ വഴിയാണ് വഹീ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖുർആൻ ദൈവിക ഗ്രന്ഥം എന്ന രീതിയിൽ പറയുന്നത്. വഹീൻ്റെ പ്രാമാണികതയാവുന്നു ആദ്യം ഉലൂമുൽ ഖുർആൻ്റെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അവിടെയാണ് അടുത്ത വിഷയം വരുന്നത്. വഹീ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമാണോ ലഭിച്ചത്? ഖുർആനല്ല. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയ്ക്ക് വഹീ നൽകുന്നതായ നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിൽ നമുക്ക് കാണാം. മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്ക് കാണാം. അതായത് ആണുങ്ങൾക്കല്ലാതെ സ്ത്രീകൾക്കും വഹീ ലഭിക്കുന്നു എന്നുള്ളതുമാണ്. അത് മാത്രമല്ല, ജീവികൾക്ക്, തേനീച്ചയ്ക്ക് വഹീ നൽകുന്ന പരാമർശം ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ മറ്റു ചില ജീവികളെക്കുറിച്ചും ഖുർആൻ വഹീയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ വഹീ എത്രമാത്രം പ്രാധാന്യമാണ്. അപ്പോൾ അതൊക്കെയും ദൈവികമാണോ? മനുഷ്യന് ആണിന് കൊടുക്കുന്നത് മാത്രമാണോ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ടത്? സ്ത്രീകളിലേക്ക് പോകുന്നതും വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ദൈവികമായ ചർച്ചയാണോ? ഞാൻ പറയുന്നത് എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വൈജ്ഞാനിക ശാഖ പിൽക്കാലത്ത് യൂറോപ്പിൽ വളരെ വിശദമായിരുന്നു. എപ്പിസ്റ്റിമോളജി എന്ന് വെച്ചാൽ ജ്ഞാനശാസ്ത്രം എന്നാണ് അർത്ഥം. പക്ഷേ ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഈ ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജ്ഞാനശാസ്ത്രം എന്നുള്ള ചർച്ച ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തുടങ്ങുന്നു. കാരണം ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ജ്ഞാനം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ജ്ഞാനം ലഭിച്ചത് ആദം അലൈഹി ഇസ്ലാമിനാണ്, മനുഷ്യൻ എന്ന നിലയിൽ. പക്ഷേ സെക്കുലർ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ എന്താണ് പഠിച്ചു വരുന്നത്? മനുഷ്യൻ അപരിഷ്കൃതനായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു, ഗുഹാവാസികളായിരുന്നു, വസ്ത്രം ധരിക്കാത്തവനായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ലമൽ അസ്മാ കുല്ലഹ, ഖുർആനിൽ ആദ്യത്തെ മനുഷ്യനെ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ആദ്യത്തെ മനുഷ്യനെ തന്നെ അള്ളാഹു നബിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നബി എന്ന് പറയുന്നത് വിവരമുള്ളവനാണ്. മലക്കുകളിലേക്കാളും വിവരം ലഭിച്ച ആളെന്ന നിലയിലാണ് ആദം അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരാമർശിക്കുന്നത്. ഞാൻ പറയുന്നത് ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്ന ചർച്ച ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സെക്കുലർ പെർസ്പെക്റ്റീവിലൂടെയാണ് അത് വികസിച്ചത്. പക്ഷേ ഇസ്ലാമിക് ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉൽപ്പത്തി തന്നെ മുതൽ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. അത് ഖുർആൻ അത് വിശദമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ ഖുർആൻ അത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തുടങ്ങുന്നു. അത് ഭൂമിയിലല്ല, അത് സ്വർഗത്തിൽ നിന്നാണ് ജ്ഞാനം എന്ന് പറയുന്ന ചർച്ച ഇസ്ലാമിൽ തുടങ്ങുന്നത്. അപ്പോൾ വഹീ നേരെ ഇൽമുമായി കണക്ട് ചെയ്യപ്പെടുന്നു. അതാണ് എൻ്റെ അർത്ഥം. അല്ലമൽ ആദമൽ അസ്മാ കുല്ലഹ. ഇൽമു പഠിപ്പിച്ചു എന്നല്ലേ പറയുന്നത്, നാമങ്ങൾ പഠിപ്പിച്ചു എന്നല്ലേ പറയുന്നത്. വഹീ ഇൽമുമായി കണക്ട് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ മനുഷ്യന് തന്നെ ആലിമാണ് എന്ന രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതായത് വഹീന് ഇൽമുമായി ബന്ധമുണ്ട്. ഏതാണ് ഇൽമ്? ആ ഇൽമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഖുർആൻ ആദ്യത്തെ മനുഷ്യനെ തന്നെ ഇൽമ് കൊടുക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്. അതായത് അള്ളാഹുവിൻ്റെ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമാണ്. അപ്പോൾ ഇൽമ കൊണ്ട്, വഹീ കൊണ്ടുള്ള പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അത്
പ്രാതിനിധ്യമാണെന്നുള്ളതാണ്. ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ വിഹരിക്കപ്പെടണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അതാണ് നുബുവത്തിൻ്റെ ആശയവും. അങ്ങനെയാണ് വഹി എന്നതിന് ദൈവികമായ ഒരു കണക്ഷൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകന്മാരെ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ആശയം പഠിപ്പിക്കാനാണ് ഖുർആനെ ദിക്ർ എന്ന് പരാമർശിക്കുന്നത്. നമ്മൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ മൻ അറാദ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ ഫൽയതദബ്ബർ ഖുർആൻ. നിങ്ങൾ ആദ്യകാലത്തുള്ളവരെയും പിൽക്കാലത്തുള്ളവരുടെയും ഒക്കെ ഇൽമ് ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഖുർആനെ കുറിച്ച് തദബ്ബുർ നടത്തണമെന്ന് പറഞ്ഞു. തദബ്ബുർ എന്ന് വെച്ചാൽ എന്താണ്? ഖുർആനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ അൽഫാദുകളെക്കുറിച്ചും അതിൻ്റെ ഖിസ്സകളെക്കുറിച്ചും കഥകളെക്കുറിച്ചും മുഹ്കമാത്തുകളെക്കുറിച്ചും മുത്തശാബിഹാത്തുകളെക്കുറിച്ചും അതിലുള്ള നിയമാവലികളെയും ചർച്ചകളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ചിന്തയ്ക്കാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ഈ തദബ്ബുർ നടത്തിയതിൻ്റെ ഫലമാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖ രൂപപ്പെട്ടത്. അങ്ങനെയാണ് നമ്മുടെ ഈ പദം തദബ്ബുറുമായി ബന്ധപ്പെടുന്നത്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പോയിന്റാണത്, അത് തദബ്ബുർ നടത്തണമെന്ന്. നമ്മൾ ഖുർആനെ പഠിക്കണമെങ്കിൽ, എന്നിട്ട് അദ്ദേഹം ചേർത്ത് പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വാഹിർ കൊണ്ട്, ഖുർആന്റെ പ്രകടമായ ആയത്തുകളുടെ തഫ്സീറുകൾ കൊണ്ട് അത് തൃപ്തിയാകാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ്. അപ്പോൾ ലാഹിറായ പഠനങ്ങൾക്കപ്പുറം ഉള്ളിലേക്കിറങ്ങുന്ന, ആഴത്തിലേക്കിറങ്ങുന്ന പഠനശാഖയ്ക്കാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ ചർച്ച വഹിയാണ്. വഹീന് ഇങ്ങനെ ചില കാറ്റഗറികളുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി പല രീതിയിലൂടെയാണ് വന്നത്. നമുക്ക് ഉലൂമുൽ ഖുർആൻ്റെ കിതാബുകൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് വഹിയാണ്. വഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച രീതികളെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. ചിലപ്പോൾ ഒട്ടകപ്പുറത്ത്, ചിലപ്പോൾ ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, ചിലപ്പോൾ ഇരിക്കുമ്പോൾ, ചിലപ്പോൾ നടക്കുമ്പോൾ, ചിലപ്പോൾ സംസാരത്തിൽ ഇരിക്കുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാം. ചിലപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് സംസാരിക്കുന്നത്, ചിലപ്പോൾ ഒരു മലക്കിൻ്റെ രൂപത്തിൽ തന്നെ വന്ന് സംസാരിക്കുന്നത്, ചിലപ്പോൾ മണിയുടെ സൗണ്ട് കേട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. വഹി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാവുന്ന ഹാവഭ്യത്യാവസ്ഥകളെക്കുറിച്ച് ഹദീസുകൾ നമുക്ക് കാണാം. അത് വിയർത്തുകൊണ്ട്, കാരണം കൗലൻ സഖീൽ എന്നാണല്ലോ വഹീനെ ഖുർആൻ തന്നെ പരാമർശിച്ചത്. എന്താണ്? ഭാരമുള്ള പദം. അപ്പം അത് കേൾക്കുമ്പോൾ വളരെ കേട്ട് സൗമനസ്യത്തോടെ കേൾക്കുന്നതല്ല നബി ചെയ്യുന്നത്. നബിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, വിയർക്കുന്നു. വലിയ ഭാരമേറിയ പദം തന്നിലേക്ക് ഇറങ്ങുന്നത് പോലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നുന്നതായി നമുക്ക് ഹദീസുകൾ കാണാം. ഈ വിശദീകരണങ്ങൾ വഹിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിതാബുകളിൽ കാണാം. അതായത് വഹീൻ്റെ കാറ്റഗറികൾ വിശദീകരിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യുക. വഹി എന്താണെന്ന് വിശദീകരിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ വഹീൻ്റെ കാറ്റഗറികൾ വിശദീകരിക്കുന്നു. ഇതാണ് വഹി എന്ന രീതിയിൽ ഉലൂമുൽ ഖുർആൻ പറയുന്നത്. ഞാൻ ആദ്യം വഹീനെ ചേർക്കുമ്പോൾ അത് ജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ കാരണം, ആധുനിക ലോകത്ത് ജ്ഞാനശാസ്ത്രത്തെ അത് മനുഷ്യൻ പിൽക്കാലത്തുണ്ടായ വികാസത്തോട് ചേർത്ത് പറയുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ ഇസ്ലാമിക് ജ്ഞാനശാസ്ത്രം തുടങ്ങുന്നത് അത് ആദ്യ മനുഷ്യനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ലോക വീക്ഷണം നമുക്ക് വഹി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇസ്ലാമിൻ്റെ ഒരു ലോക വീക്ഷണം അല്ലെങ്കിൽ പ്രാപഞ്ചിക വീക്ഷണം വഹി എന്താണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവണം. അത് ആദ്യത്തെ മനുഷ്യൻ തന്നെ പരിഷ്കൃതനാണ് എന്നാണ് വഹീനെ കുറിച്ചുള്ള ആദ്യത്തെ ചിന്ത നമുക്ക് നൽകേണ്ടത്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് കിട്ടിയ ഒരു കിതാബ് അല്ലെങ്കിൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന കിതാബ് എന്നതിലല്ല, കിതാബുകളുടെ അവസാനം വന്ന കിതാബ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹികളുടെ അവസാനമാണ് ഖുർആൻ. ആ വഹീൻ്റെ തുടക്കം ഒരു മനുഷ്യനെ പരിഷ്കൃതനാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ജ്ഞാനശാസ്ത്രം എന്നത് സെക്യുലർ മറ്റു ലോകം വിശദീകരിക്കുന്നത് പോലെ അല്ല ഇസ്ലാമിൽ. അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ, സംസ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ, വൈജ്ഞാനികതയുടെ അടിത്തറയിൽ ഉണ്ടായ ഒരു സമൂഹത്തിൻ്റെ തുടക്കമാണ് ഇസ്ലാമിൽ വഹി എന്ന് പറയുന്നത്. അത് പഠിക്കുമ്പോൾ നമുക്കത് ലഭിക്കണം. ഈ ഒരു വൈജ്ഞാനിക അടിത്തറ ലഭിക്കാതെ നമ്മൾ വഹീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമാവുകയില്ല. കാരണം ഖുർആൻ തന്നത് ഹുദല്ലിന്നാസ് എന്നാണ്, ഹുദല്ലിൽ മുസ്ലിമീൻ എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം വൈജ്ഞാനിക അടിത്തറ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇൽമ് വേദറിയണം. ഖുർആൻ വഹീനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും ഖുർആൻ പറയുന്ന ഒരു കാര്യം ഫുർഖാൻ എന്നാണല്ലോ. കാരണം ഈ വഹി ലഭിക്കേണ്ടത് ഒരു പ്രിവിലേജ്ഡ് സൊസൈറ്റി എന്ന രീതിയിൽ ഒരു സമൂഹത്തിനല്ല. വഹി എന്തിനെന്നുള്ള ചോദ്യം വരുന്നു.
ഉലൂമുൽ ഖുർആൻ ഈ കിതാബുകൾ സംസാരിക്കുന്നത് കാണാം. നിങ്ങൾ വിശദീകരണത്തിന് ഒരുപാട് കിതാബുകളിലേക്ക് നിങ്ങൾ പോയി നോക്കുമ്പോൾ കാണാം. എന്തിനു വഹി? വഹി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കല്ല. ഏത് കിതാബ് എന്നത് മുസ്ലിങ്ങൾക്കല്ല, ഹുദല്ലിന്നാസാണ്. എന്തിന്? അൽ ഫുർഖാൻ, സത്യസത്യം വേർതിരിക്കാനുള്ളതാണ്. അത് മുസ്ലിങ്ങളുടെ ഒരു വേദഗ്രന്ഥം എന്ന നിലയിലല്ല. വഹി പൊതുസമൂഹത്തിനാണ്. അതും കൂടി മനസ്സിലാവണമെങ്കിൽ ഉലൂമുൽ ഖുർആനും പഠിക്കണം, അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ചുള്ള വൈജ്ഞാനിക ശാഖകൾ പഠിക്കണം. ആ രീതിയിലാണ് പണ്ഡിതന്മാർ ഉലൂമുൽ ഖുർആനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വഹിയുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയം വരുന്നത് തദ്വീനുൽ ഖുർആനാണ്. ഖുർആന്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട ചർച്ച. എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത്? അടുത്ത ഒരു ഭാഗം എന്ന നിലയിൽ ഉലൂമുൽ ഖുർആൻ സംസാരിക്കുന്ന പ്രധാന വിഷയം അത് ഖുർആന്റെ തദ്വീനുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്? എല്ലാ ഉലൂമുൽ ഖുർആന്റെ കിതാബുകളും ഈ വിഷയം തുടക്കം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുന്നു. ചില സഹാബികൾ അത് അവർക്ക് കിട്ടിയ തുകലുകളിലോ കല്ലുകളിലോ പാറകളിലെ ചില ഭാഗങ്ങളിലോ, അല്ലെങ്കിൽ എഴുതാൻ അറിയുന്നവർ അന്നത്തെ രീതിയിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് എഴുതി സൂക്ഷിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അടക്കമുള്ള ചില ആൾക്കാർ ഈ ഹദീസുകൾ എഴുതി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്. കാരണം ഖുർആനും ഹദീസും കലർപ്പാവാതിരിക്കാൻ. എന്നാൽ പോലും ഹദീസുകൾ എഴുതി വെച്ച സ്വഹാബികളുണ്ട്. ആദ്യകാല ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ സ്വഹാബികൾ എഴുതിയ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങളത് വേറെ ഉലൂമുൽ ഹദീസിന്റെ വിഷയത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും ചില പണ്ഡിതന്മാർ സ്വഹാബികൾ തന്നെ പരമാവധി ജാഗ്രത പുലർത്താൻ പറയുന്നത് കാണാം. കാരണം ഇത് രണ്ടും കലരാതിരിക്കാൻ വേണ്ടി, എഴുതുന്നവരുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് യമാമ യുദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാഫിളുകൾ ഷഹീദാവുന്നു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയും അദ്ദേഹത്തിന്റെ കാലത്തിൽ ഖുർആന്റെ ആദ്യത്തെ സമാഹാരം തുടങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. നമുക്കെല്ലാ ഉലൂമുൽ ഖുർആന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും സീറകളിലും താരീഖുകളിലും ഖുർആന്റെ തദ്വീനിനെ കുറിച്ച്, പ്രിസർവേഷനെ കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുന്നത് കാണാം. അതിനുശേഷം അത് സ്വഹാബികൾ കൈവെക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹുവിന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിലും അത് കോപ്പി വെക്കുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലുള്ള പ്രമുഖരായ സഹാബികളുടെ നേതൃത്വത്തിലാണ് ഇത് വെക്കുന്നത്. എങ്ങനെയാണ് പല ഭാഗങ്ങളിൽ ചിതറി കിടക്കുന്ന ഖുർആനിക സൂക്തങ്ങളെയും ചാപ്റ്ററുകളെയും ഈ രീതിയിൽ കോഡിഫൈ ചെയ്തത്, അതും കൂടി വിശദീകരിക്കുന്നത് കാണാം. കാരണം സ്വഹാബികൾ സ്വന്തമായി ചെയ്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ പോലുള്ള ആൾക്കുള്ള ഹാദ എന്ന രീതിയിൽ ഇന്ന ആയത്ത്, ഇന്ന ഭാഗം, ഇന്ന ചാപ്റ്റർ, ഇന്ന ഭാഗങ്ങളിൽ വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പന കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഈ രീതിയിൽ സമാഹരിക്കപ്പെട്ടത്. അല്ലാതെ സഹാബികൾ അവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ വെച്ചതല്ല. നിങ്ങൾ പ്രധാനമായ ഒരു ആധുനിക വൈജ്ഞാനിക ഖുർആന്റെ വൈജ്ഞാനിക രീതിയാണ്, ഉലൂമുൽ ഖുർആൻ തന്നെ പെട്ട വിഷയമാണ് നളമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ചർച്ച. ഇമാം ഹമീദുദ്ദീൻ ഫറാഹിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താരീതിയാണ് നളമുൽ ഖുർആൻ. ഖുർആന്റെ ഘടനയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ഫറാഹിയൻ തോട്ട് എന്നാണ് ഖുർആനിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുക. അതിൽ ഫറാഹിയൻ തോട്ട് എന്ന് വെച്ചാൽ ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും ഓരോ പാരഗ്രാഫുകൾക്കും സൂറത്തുകൾക്കും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ പലപ്പോഴും തോന്നും ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോവുക. ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനല്ല, എല്ലാത്തിനും അഗാധമായ ബന്ധം പരസ്പരം തമ്മിലുണ്ട്. ഇമാം അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. അബുൽ ഹസൻ അലി നദ്വി, അതല്ല അദ്ദേഹത്തിൻ്റെ അമീൻ ഹസൻ അൽ ഇസ്ലാഹി, അദ്ദേഹത്തിൻ്റെ തദബ്ബുറുൽ ഖുർആൻ എന്നത് ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഇപ്പോൾ അത് പതുക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു വരുന്നുണ്ട്. തദബ്ബുറെ ഖുർആൻ എന്ന് പറയുന്ന കിതാബ് നളമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ്റെ തന്നെ ഈ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ കിതാബാണ് തദബ്ബുറെ ഖുർആൻ എന്ന് പറയുന്ന അമീൻ ഹസൻ അൽ ഇസ്ലാഹിയുടെ ആ തഫ്സീർ. ഇപ്പോൾ ഇനായത്തുള്ള മുഹമ്മദ് അസദ് സുബ്ഹാനി, ഞങ്ങളുടെ ഉസ്താദ് ശാന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അൽ ബുർഹാൻ എന്ന് പറയുന്ന തഫ്സീർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹവും ഹമീദുദ്ദീൻ ഫറാഹി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം ഈ രീതിയിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഖുർആൻ നമ്മൾ പലപ്പോഴും സംശയിക്കുന്ന ഈ ഘടന യഥാർത്ഥത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സംശയഭേദം അതിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫറാഹിയൻ തോട്ട് നമ്മുടെ മുമ്പിൽ കാണാം. കാരണം നമ്മൾ തഫ്സീർ കാണുമ്പോൾ ഇതൊരു ജുസാണ്, ഇനി മറ്റൊരു ജുസ് എന്ന രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അമീൻ ഹസൻ ഇസ്ലാഹിനെ പോലുള്ള അല്ലെങ്കിൽ ഫറാഹിയൻ തോട്ട് സ്വീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞാൽ അങ്ങനെയല്ല, ഒന്നിച്ച് തന്നെയാണ് പോവേണ്ടത് എന്ന് പറയുന്നത് കാണാം. ഇത് പറയാൻ കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വെച്ചത്, ആ വെച്ചതിൽ അതിൻ്റെ പുറകിൽ ഹിക്മത്തുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഒരു ധാര പഠിക്കണമെങ്കിൽ അത് ഉലൂമുൽ ഖുർആനിലുള്ള ചർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഹമീദുദ്ദീൻ ഫറാഹി അത് വിശദീകരിക്കാൻ നിന്നത്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ചരിത്രമുണ്ടല്ലോ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വെക്കാൻ പറഞ്ഞു, അതനുസരിച്ച് ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു നേതൃത്വത്തിലുള്ള ആൾക്കാർ അത് എഴുതി വെച്ചു. പിന്നീട് ഹാഫിളുമാർ ഷഹീദ് ആവുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അത് ക്രോഡീകരിക്കപ്പെടുന്നു. ഉമർ റളിയല്ലാഹു അത് എന്ത് ചെയ്യുന്നു, അത് സംരക്ഷിക്കുന്നു. ഇതിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. നിങ്ങൾ സബഅത്ത് അഹ്റുഫ് എന്ന രീതിയിൽ ഖുർആനെക്കുറിച്ച് 7 തരത്തിലുള്ള വായനകൾ മുമ്പുണ്ടായിരുന്നു. കാരണം ഖുർആൻ എല്ലാവർക്കും കൂടാണ്. അറബികൾ പല സ്ലാങ്ങുകൾ സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ രീതിയിൽ കൂടി ഓതാൻ അനുവദിച്ചിരുന്നു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത്? ലോകം വലുതായി, ഖിലാഫത്ത് ഭൂമിശാസ്ത്രപരമായി വിശാലമായി. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു ഖുറൈശികളുടെ പാരായണ പ്രകാരം ഒരൊറ്റ ഹർഫിൻ്റെ ഒരൊറ്റ വായനയുടെ രീതിയിലേക്ക് അത് കമ്പൈൻ ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഉസ്മാനി രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നത്. ഈ ഒരു ചരിത്ര വിശദീകരണവും നമുക്ക് ഉലൂമുൽ ഖുർആനിൻ്റെ ആദ്യത്തെ വഹയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അതിൻ്റെ കാറ്റഗറി വിശദീകരിക്കുന്നതിലും അതിൻ്റെ പ്രിസർവേഷൻ സംസാരിക്കുന്നതിലും ഈ ഭാഗം വിശദീകരിക്കുന്നത് കാണാം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രധാനമായും കിടക്കുന്നത് അസ്ബാബുൻ നുസൂൽ. ഉലൂമുൽ ഖുർആന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അവതരണങ്ങളുടെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ തന്നെ ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്. സമയബോധമില്ലാതെ സംസാരിക്കുന്നവൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. പരിസരബോധമില്ലാതെ സംസാരിക്കുന്നവൻ ബോധമുള്ളവനല്ല, അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു വേദഗ്രന്ഥമായ ഖുർആനിന് എന്ത് വേണം? സബബ് വേണം. എല്ലാ ആയത്തുകൾക്കും സബബുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു ഉണ്ട്. സബബില്ലാതെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? സബബുൻ നുസൂൽ അള്ളാഹു ആണ് കാരണം, നമ്മൾ അതിൻ്റെ ഫലമാണ് എന്ന രീതിയിൽ ലോക സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഖുർആൻ തന്നെയും സബബുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചില ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിന് സബബ് തോന്നിക്കൊണ്ട് തന്നെ നൽകുന്ന ആയത്തുകൾ, എല്ലാവർക്കും ഒരുപോലെ പഠിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങൾ. ചിലപ്പോൾ സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അൻഫാലിനെ കുറിച്ച് ചോദിക്കുക, അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ച് ചോദിക്കുക, ജിഹാദിനെ കുറിച്ച് ചോദിക്കുക, കലാല അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുക. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയായി അള്ളാഹു ആയത്ത് അവതരിച്ചു കൊടുക്കുന്നു. മറ്റൊന്ന് ആദ്യം പൊതുവായിട്ട് എല്ലാവർക്കും പഠിക്കണമെന്ന രീതിയിൽ കൊടുക്കുന്നു. അതൊരു കാരണമാണല്ലോ. അതായത് ഇൽമ് വേണമെന്ന് അള്ളാഹ് മനസ്സിലാക്കിക്കൊണ്ട് നൽകുന്നത് അങ്ങനെയുള്ള പൊതുവായ ആയത്തുകൾ. അതല്ലാതെ ചോദ്യങ്ങൾ വരുമ്പോഴുള്ള ആയത്തുകൾ, പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴുള്ള ആയത്തുകൾ, അതായത് അബൂലഹബ്, സൂറത്തുൽ ലഹബ് ഒരായത്തുകളാണ്. കാരണങ്ങൾ ഉണ്ടാവുന്നു, അതിൻ്റെ രീതിയിലുള്ള ആയത്തുകൾ. മറ്റൊന്ന് ചരിത്രം പഠിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കി കൊടുക്കുക. സൂറത്തുൽ ഫീൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല ആനക്കലഹം, ആന സംഭവമൊന്നും. നബി ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. പക്ഷെ ആ സംഭവം അറേബ്യയിലുള്ള എല്ലാവരും അറിഞ്ഞതാണ്. അള്ളാഹു എന്നത് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. കാബ അള്ളാഹുവിൻ്റെ കാബയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയ സംഭവമാണ്. ചില ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈമാൻ കുറച്ച് കൂടി. ആ ഒരു സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു? ആ സംഭവം നടത്തിയ അള്ളാഹുവിൻ്റെ നബിയാണ് ഈ മുഹമ്മദ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സൂറത്തിറക്കി. അപ്പം അത് നമുക്കറിയാം. അറേബ്യൻ പ്രവാചകന്മാരുണ്ടല്ലോ, സാലിഹ്, ഹൂദ്, ഇബ്രാഹിം, ലൂത്ത്, ഇവരുടെയൊക്കെ പരാമർശിച്ച് പേര് വരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കി. കാരണം എന്താണ്? ഇവർ യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവരൊക്കെയും അവിടെയുള്ള നബിമാരെ കുറിച്ച് കേൾക്കാറുണ്ട്. ലൂത്ത് നബിയുടെ സമൂഹത്തിനെയും സദൂം ഗോത്രത്തെക്കുറിച്ചും സമൂദ് ഗോത്രത്തെക്കുറിച്ചൊക്കെ നിരന്തരം യാത്രകൾ കാണാറുണ്ട്. അതൊക്കെയും പ്രേത നഗരങ്ങളായിട്ടാണ് അറബികൾ അന്ന് കണ്ടത്. ആ ഭാഗത്തേക്കുമ്പോൾ അവരധികം അതിൽ നിൽക്കാറുണ്ടായിരുന്നില്ല, ഓടിപ്പോവുമായിരുന്നു. കാരണം അവർ കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെയും ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന്. അപ്പോൾ ആ സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദിക്ർ എന്ന് ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ്. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കുന്നത്. അതുകൊണ്ടാണ് മുൻകാല എല്ലാ പ്രവാചകന്മാരെയും പരാമർശിക്കുന്നത്. മറ്റൊന്ന്,
ബനു ഇസ്രായേലികൾ ഒരു പ്രധാന സബ്ജക്റ്റാണ്. ബനു ഇസ്രായേലികളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, കാരണം ഖുർആൻ ദിക്റാണല്ലോ, ഖുർആൻ മുബഷിറാണ്, ഖുർആൻ നദീറാണ്, മുന്നറിയിപ്പും കൂടാണ്. കാരണം മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ നിങ്ങൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നു. മുൻകാല പ്രവാചകന്മാരിലേക്ക് വന്ന കിതാബുകളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് ഇന്നത് സംഭവിച്ചു, അവരിലേക്ക് വന്ന കൽപ്പനകൾ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് ഇന്ന ശിക്ഷകൾ കിട്ടി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അറബ് സമൂഹത്തെയും പിൽക്കാലത്ത് നമ്മയും പഠിപ്പിക്കുന്നു. അത് ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹിസ്റ്റോറിസിറ്റി, ചരിത്രം ഖുർആനിൻ്റെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് ഖുർആൻ സബബൻ നുസൂൽ, അതുകൊണ്ടാണ് ഖുർആൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി ഖുർആൻ പഠിക്കുന്നവർ, പണ്ഡിതന്മാർ, ഉലൂമുൽ ഖുർആൻ്റെ പണ്ഡിതന്മാർ സബബ് നുസൂലിനെ പ്രധാന വിഷയമാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ ജിഹാദ് എന്നത്, ഖിത്താൽ എന്നത്, അല്ലെങ്കിൽ പല ആയത്തിൽ നമുക്ക് കാണാം അവരെ കഴുത്ത് വെട്ടുക, അവനെ വെട്ടിക്കളയുക, ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, അത് നമ്മൾ അവസരത്തിൽ നിന്ന്, കോണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിക്കുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം അത് അവതരിച്ച പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിയമം നടപ്പിലാക്കുമ്പോൾ പോലും തദ്രീജ് വേണമെന്ന് പറയും. തദ്രീജ് എന്ന് വെച്ചാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ വേണമെന്നാണ് പണ്ഡിതന്മാർ ഖുർആൻ്റെ നടപ്പിലാക്കലിനെ കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ഖുർആനിൽ പല ഭാഗങ്ങളിൽ കള്ളിനെ കുറിച്ച് സംസാരിക്കുന്നത് കാണാം. നിങ്ങൾ കള്ളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? കള്ളിൽ ചില ഉപകാരങ്ങളുണ്ട്, അതിൽ ഇസ്മുഹുമാ കബീർ, ഉപദ്രവം വലുതാണെന്നൊക്കെ പരാമർശിക്കുന്നു. പിന്നെ കള്ളിനെ കുറിച്ച് പിന്നീട് വരുന്നത് മദീനയിലേക്കാണ് എത്തുന്നത്. അവിടെ എന്താ പറയണത്? കള്ള് പറയുമ്പോൾ ഒലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാറ, മതോന്മത്തരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് അടുക്കരുതെന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് കള്ളും ഹംറും മൈസറും ചൂതാട്ടങ്ങളൊക്കെയും റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു, അതൊക്കെയും ഷെയ്ത്താൻ്റെ പണിയാണ്, അതിനൊക്കെയും ഒഴിവാക്കാൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരത അറിയാത്ത ഒരാൾക്ക് പല രീതിയിൽ ഖുർആനെ വ്യാഖ്യാനിക്കാം. ഖുർആൻ ആദ്യം ആയത്ത് വരുന്നതിൽ മദ്യത്തിൽ ഉപകാരമുണ്ടെന്നാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് മദ്യത്തെ എടുക്കാൻ പറ്റുമോ? ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ഉപകാരമുണ്ടെന്ന്. നമ്മൾ സാധാരണ ജിഹാദിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വർത്തമാനം കൈകാര്യം ചെയ്യുക. കാരണം ഖുർആൻ യുദ്ധം ചെയ്യാൻ പറയുന്നു, വാളെടുക്കാൻ പറയുന്നു, തലവെട്ടാൻ പറയുന്നു, കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ജിഹാദ് എന്ന് പറയുന്ന പദം വന്നത്, എങ്ങനെയാണ് ജിഹാദ് കൈകാര്യം ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഗ്രാജുവൽ ഗ്രൗത്ത് വിഷയത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായതെന്ന് പഠിക്കണമെങ്കിൽ അതിൻ്റെ സബബൻ നുസൂൽ മുഴുവൻ നമുക്ക് ധാരണ ഉണ്ടാവണം. എന്നതുപോലെയാണ് നിയമം പഠിക്കുമ്പോൾ പോലും സബബൻ നുസൂൽ നമുക്ക് ധാരണ ഉണ്ടാകും. സിനയുമായി, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഈ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വിശദീകരണങ്ങൾ ഖുർആൻ കൊടുക്കുന്നത് കാണാം. ഏതെങ്കിലും ഒരു ആയത്ത് പിക്ക് ചെയ്തിട്ട് ഇതാണ് മുഴുവൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം സബബില്ലാതെ അള്ളാഹു ഒരു കാര്യം ഇറക്കിയിട്ടില്ല എന്നതുകൊണ്ട്. അതുകൊണ്ട് ഖുർആൻ, ഈ ഉലൂമുൽ ഖുർആൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്നാണ് സബബുൻ നുസൂൽ, അവതരണത്തിൻ്റെ പശ്ചാത്തലം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുൽ വാഹിദിയാണ്. സബബുൻ നുസൂൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇമാം വാഹിദിയുടെ സബബുൻ നുസൂൽ നിങ്ങളത് വായിക്കുക. ആദ്യകാല കിതാബുകളിലൊന്നാണ് ഈ സബബുൻ നുസൂലുമായി ബന്ധപ്പെട്ട കിതാബുൽ വാഹിദി. അതുപോലെയാണ് രണ്ടാമത്തെ പ്രധാന വിഷയം അൻ നസ്ഖ് വൽ മൻസൂഖ്. ഖുർആനിൽ ചില നിയമങ്ങൾ അള്ളാഹു എടുത്തു കളഞ്ഞിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ മായ്ച്ചിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ചില കാര്യങ്ങൾ അപ്പടി നിർത്തിയിട്ട് അതിൻ്റെ വിശദീകരണമായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കള്ളിൻ്റെ ഒരു ഉദാഹരണം അതുപോലെ തന്നെയാണ്. അത് എടുത്തു കളഞ്ഞില്ല, പക്ഷേ അത് അവിടെ വെച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്താണ് അതിൻ്റെ പുറകിലെ ആശയം? കാരണം മനുഷ്യൻ്റെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കാം. നിയമങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് സ്വീകരിക്കുന്നവരല്ല. അതിനൊരു ഗ്രാജുവൽ ഗ്രോത്ത് മനുഷ്യന്മാരുടെ ജീവിതത്തിലുണ്ട്. അതിനൊരു തെളിവായ ഖുർആൻ തന്നെ ബാക്കിയാക്കിയതാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. ചില നിയമങ്ങൾ അള്ളാഹു മാറ്റി പുതുതായിട്ട് കൊണ്ടുവന്നു. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് നസ്ഖുൽ ഖുർആൻ ബി സുന്നത്ത് ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ മാറ്റുന്നത് കാണാം. പല രീതികളുണ്ട്. നമുക്കറിയാം ഉമർ അള്ളാഹുവിനു അടക്കം മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന ചർച്ച പിൽക്കാലത്ത് ഉമർ അള്ളാഹുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇജ്തിഹാദി ചർച്ചയാണ്. ഹൃദയമടക്കമുള്ളവർക്ക് സക്കാത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ സക്കാത്തിൻ്റെ അവകാശങ്ങളൊന്ന് മുഅല്ലഫത്ത് ഖുലൂബ് ആണല്ലോ. ഹൃദയമിണക്കം ആവശ്യപ്പെടുന്നവർക്ക് നിലനിർത്താൻ വേണ്ടി സക്കാത്ത് കൊടുക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്തും കൊടുത്താണ്. ഉമർ അള്ളാഹുവിൻ്റെ കാലത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു, കാരണം നമ്മൾ അന്ന് കൊടുത്തത്
പക്ഷെ ഖുർആൻ കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഉമർ അള്ളാഹുവിൻ എന്ത് ചെയ്യുന്നു? അതിനെ ഇജ്തിഹാദ് രീതിയിലൂടെ മാറ്റുന്നു. ഉമർ അള്ളാഹുവിന് പറഞ്ഞു, നമ്മൾ അന്ന് കൊടുത്തത് അന്ന് അതിൻ്റെ ആവശ്യമുണ്ടായിട്ടുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഉമർ അള്ളാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ഷാമും ഇറാഖും ഇറാനും ഫിലസ്തീനും ചുറ്റുപാട് ഭാഗങ്ങളൊക്കെയും ഖിലാഫിൻ്റെ കീഴിൽ വന്നു. ഇന്ന് നമ്മൾ അറബ് നാടുകളെന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളും ഉമർ അള്ളാഹിൻ്റെ കീഴിൽ വന്നു. അപ്പം ഇനി ഇണക്കിക്കൊണ്ട് സോപ്പിട്ടുകൊണ്ട് ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ രീതി വേണ്ട എന്ന് അദ്ദേഹം വളരെ സ്റ്റബോണായ കഥാപാത്രം എന്ന നിലയിൽ അദ്ദേഹം തീരുമാനിച്ചൊരു ഇജ്തിഹാദായിരുന്നു. പക്ഷേ അപ്പോഴും നിയമം അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നു, ഉമർ അള്ളാഹുവിൻ്റെ ഫിഖ് ആണോ സ്വീകരിക്കേണ്ടത്, അല്ല ഖുർആൻ്റെ വഹയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അതുകൊണ്ട് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് കാണാം. ഞാൻ പറയുന്നത്, ഈ തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് തദ്രീജ് ഒരു ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട രീതികൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലും ഈ കാര്യത്തിലും കാണാം. കാരണം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഈമാൻ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞതിനെതിരെ വാളെടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഒട്ടകത്തിൻ്റെ തുമ്പുള്ള കയറ് പോലും എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ അവനെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു. ചില സഹാബികൾ ചോദിച്ചു, യുദ്ധമൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈമാൻ്റെ ഭാഗം ഇസ്ലാമും കൂടെ ചേർന്നുകൊള്ളാണ്. അത് സബ്മിഷനാണ്, സറണ്ടറാണ്, കീഴ്വണക്കമാണ്. ഇസ്ലാമിനുള്ള കീഴ്വണക്കത്തിലൂടെയാണ് ഇൽമ് അപ്ലൈ ചെയ്യപ്പെടുകയുള്ളൂ. ഇൽമ് ഇൽമായിട്ടിരിക്കേണ്ടതല്ല, തിയറിയല്ല. ഇൽമ് അത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടതാണ്. ഉലൂമുൽ ഖുർആന്റെ വിശദീകരണങ്ങൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഉലൂമുൽ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൂട്ടം കുറേ വിജ്ഞാനങ്ങളുടെ ഒരു കേദാരമല്ല. ഈ വിജ്ഞാനങ്ങളൊക്കെയും അന്ന് മുതൽ നബി മുതൽ പിന്നീട് ഇങ്ങോട്ട് വരെയും ഇംപ്ലിമെന്റ് ചെയ്തതും കൂടെയാണ്. അപ്പോൾ അത്രത്തോളം ജീവിതത്തിൽ വിളക്കി ചേർന്നിരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഇൽമിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഖുർആൻ ഇൽമിനെ കുറിച്ച് ഇത്രയും പഠനങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് സബബുൻ നുസൂൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് സബബുൻ നുസൂൽ ഉലൂമുൽ ഖുർആന്റെ പ്രധാന ഭാഗമായി മാറിയത്. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, സബബുൻ നുസൂലിൻ്റെ കൂടെ ഈ നസ്ഖ് മൻസൂഖ്, ഈ കാര്യങ്ങളുടെ ഒരു നീക്കുപോക്കുകൾ, മാറ്റലുകൾ, തിരുത്തുകളും ഉണ്ടായതും ഇതിൻ്റെ ഭാഗമാണ്. അത് ജാമിഉൽ ബയാൻ ഫി തഅ്വീലുൽ ഖുർആൻ, ഇമാം തൊബരിയുടെ ഒരു കിതാബുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നസ്ഖ് മൻസൂഖ് പ്രധാന വിഷയമായി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇമാം തൊബരിയാണല്ലോ നമ്മൾ ആദ്യകാല പ്രാമാണികനായ മുഫസ്സിർ എന്ന നിലയിൽ എണ്ണുന്നത്. അദ്ദേഹം തന്നെ നസ്ഖ് മൻസൂഖ് ഒരു പ്രധാന വിഷയമായി കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാം. അതിനുശേഷം പിന്നീട് അടുത്ത ഒരു വിഷയം എന്ന നിലയിൽ പിന്നീട് വരുന്നത് അത് മുഹ്കമാത്ത് വൽ മുതശാബിഹാത്ത് എന്ന് പറയുന്ന വിഷയമാണ്. ഖുർആനിൽ ഈ രണ്ട് പാർട്ടുകളായിട്ടാണ് ആയത്തുകൾ ഉള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. എന്താണ് മുഹ്കമാത്ത്? മുഹ്കമാത്ത് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ രീതിയിൽ ലാഹിറായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന നിയമവിധികളെയും വിശദീകരണങ്ങളെയും കുറിച്ചിട്ടുള്ളതാണ് മുഹ്കമാത്ത് എന്ന് പറയുന്നത്. മുത്തശാബിഹാത്ത് എന്ന് വെച്ചാൽ അത്രത്തോളം വ്യക്തമല്ലാത്ത, ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, മെറ്റാഫിസിക്കലായ, ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മുകളിലുള്ള ദൈവികതയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മുത്തശാബിഹാത്ത്. ഖുർആനിൽ ഇത് രണ്ടുമുണ്ട് എന്ന് സൂറത്ത് ആൽ ഇമ്രാനിലെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ മുഹ്കമാത്ത് മുത്തശാബിഹാത്ത്, ഹുന്ന മുഹ്കമാത്ത് മുത്തശാബിഹാത്ത് എന്ന രീതിയിൽ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ സൂറത്ത് ആൽ ഇമ്രാൻ വിശദീകരിക്കുന്നുണ്ട്. ആ പദങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. കാരണം മനുഷ്യനെല്ലാം മനസ്സിലാവേണ്ടതുണ്ടോ? ഇൽമെന്ന് പറഞ്ഞാൽ എല്ലാം മനുഷ്യന് കിട്ടേണ്ടത് അനിവാര്യമാണോ, നിർബന്ധമാണോ, വാശിയുള്ളതാണോ? ലോകത്തുള്ള മുഴുവൻ വിവരം എനിക്ക് കിട്ടണം, അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? നമുക്ക് ഈ ഇരിക്കുന്ന നമുക്ക് തന്നെ നമ്മുടെ വിജ്ഞാനങ്ങളിൽ ഇൻകോഹറൻ്റ് ആണ്, വ്യത്യാസമുള്ളവരാണ്. കൂടെ ഇരിക്കുന്ന സ്വന്തം സുഹൃത്തിന് വിവരം കൂടും, വിവരം കുറയും. നമ്മുടെ കുഴപ്പമല്ലാതെ, അത് നമ്മുടെ കുഴപ്പമല്ല. മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന് മാത്രമുള്ള വിവരങ്ങൾ മനുഷ്യന് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ, ഒരു വേദഗ്രന്ഥമാണെങ്കിലും എല്ലാം ഇത് അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളും വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അർത്ഥം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മുത്തശാബിഹാത്ത്. പക്ഷേ മുത്തശാബിഹാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ രസകരമായ വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഖുർആനിൽ യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞു. അള്ളാഹുവിന് കൈയുണ്ടോ?
അള്ളാഹു സമീഉൻ ബസീർ എന്ന് പറഞ്ഞു, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. അള്ളാഹുവിന് ചെവിയും കണ്ണും ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കലാമുള്ള അള്ളാഹുവിൻ്റെ വാക്കുകൾ, അള്ളാഹു പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ നാക്കും വായൊക്കെ വേണം. അപ്പം നാക്ക്, വായ്, കണ്ണ് എല്ലാം. അള്ളാഹു അറിയുന്നവനാണ്, ബോധമുള്ളവനാണ്, ചിന്തിക്കുന്നവനാണ്. നമ്മുടെ കൺസെപ്റ്റിൽ തലച്ചോറുമായി ബന്ധപ്പെട്ടാണ് ചിന്തയൊക്കെ. അപ്പം തല ഫുള്ള് ഫിറ്റായ ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ രീതി. അള്ളാഹുവിന് അപ്പോൾ രൂപമുണ്ടോ? ഈ ഒരു വിശദീകരണം നമുക്ക് കിതാബുകൾ കാണാം. ഷറഹുൽ അഖായിദ പോലുള്ള കിതാബുകൾ, വാസ്തി, ഇമാം വാസ്തിയുടെയൊക്കെ കിതാബുകളിൽ ഈ ഉലൂമുൽ ഖുർആൻ്റെ ഈ ഭാഗങ്ങൾ സംസാരിക്കുന്നത് കാണാം. ഷറഹുൽ അഖീദയുടെ കിതാബുകളിൽ അഖീദയുടെ കിതാബുകൾ എങ്ങനെയാണ് ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെടുന്നത്? കാരണം ഖുർആനിൻ്റെ ഭാഗമാണല്ലോ അഖീദ. അഖീദ വിശദീകരിക്കാൻ അതിന് വേറെ ആൾക്കാരുണ്ടാവും. അല്ല, ഖുർആൻ എന്ന് പറയുന്നത് കുറേ നമ്മൾ കർമ്മശാസ്ത്രം, ഫിഖ് എന്ന് പറയുന്ന കുറേ നിയമങ്ങളുടെയും അദബുകളുടെയും എത്തിക്സിൻ്റെയും മൊറാലിറ്റിയും വർത്താനം പറയുന്നത് മാത്രമല്ല. ഖുർആനിൽ അഖീദ മുതൽ താഴെയുള്ള വിശദീകരണം വരെയും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അഖീദ സംസാരിക്കുന്ന ആൾക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. അതും ഉലൂമുൽ ഖുർആൻ്റെ പാർട്ടും കൂടി ആണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന് കൈഫിയത്തും ബിലാ കൈഫിയ, രൂപമില്ലാത്ത രൂപമാണ് അള്ളാഹു എന്ന് അഖീദകൾ പറയുന്നത് കാണാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, സുമ്മസ്തവ അലൽ അർഷ്, അള്ളാഹു സുബ്ഹാനഹു തആല ഭൂലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. പിന്നെ സിംഹാസനസ്ഥനായി. അർഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ത്രോൺ, സിംഹാസനം എന്നുള്ള അർത്ഥം, ചെറിയൊരു കസേരയല്ല. പക്ഷെ കസേര എന്നും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയത്ത് കുർസിയിൽ, കുർസി എന്നുള്ള പദം. എന്തായാലും അർഷ് എന്നുള്ള രീതിയിൽ ഹദീസുകൾ നമുക്ക് കാണാം. അർഷിൻ്റെ തണൽ നേടാൻ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ഹദീസുകളുണ്ട്. അർഷിൻ്റെ തണലുള്ള ഒരുപാട് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ അള്ളാഹു അർഷിൽ ഇരുന്നു എന്നാണ് അർത്ഥം. ഇരിക്കണമെങ്കിൽ അള്ളാഹുവിന് ബാക്ക് വേണം. എന്നുവെച്ചാൽ അള്ളാഹുവിന് അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു രൂപവും കൂടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ മനസ്സിലാക്കണോ? അല്ല, ഈ സുമ്മസ്തവ അലൽ അർഷ് യദുല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് അവൻ്റെ കൈ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ കൈ കൊണ്ട് വെച്ചു എന്നല്ല, പങ്കുണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അവിടെ അയാളുടെ പ്രസൻസ് ഉണ്ട്, സാന്നിധ്യമുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കണോ? അല്ലാതെ എന്താണോ അള്ളാഹ് പറഞ്ഞത് ആ രീതിയിൽ മനസ്സിലാക്കണോ? ഇവിടെയാണ് ലാഹിർ ബാത്തിനുമായി ബന്ധപ്പെട്ട ചർച്ച. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഓരോ കലിമത്തിനും എന്തുണ്ട്? ലാഹിറുമുണ്ട്, ബാത്തിനുമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ഉൾക്കാഴ്ച എന്താണ്, അതിൻ്റെ ഒരു ബസീറത്ത് എന്താണ് ആ ആയത്തിൻ്റെ? അപ്പോൾ ഇമാം മൗദൂദിനെ പോലുള്ള ആൾക്കാർ സുമ്മസ്തവാലൽ അർഷ് എന്നതിന് വിശദീകരിച്ചത് പ്രപഞ്ചത്തിൻ്റെ അധികാര കയ്യിലേന്തി എന്ന രീതിയിലാണ് വിശദീകരിച്ചത്. കാരണം സിംഹാസനസ്ഥനായി എന്ന് നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ അധികാരം കയ്യിലേറി എന്ന് വിശദീകരിക്കാൻ വേണ്ടി. എൻത്രോൺ, ഡിത്രോൺ എന്ന് ഇംഗ്ലീഷിൽ പോലും പറയുന്നത് സിംഹാസനസ്ഥനായി എന്നും സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഡിത്രോൺ എൻ്റെ അർത്ഥം അധികാരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാണ്. അതാണ് സുമ്മസ്തവാലൽ അർഷി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ 2 പദങ്ങളുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാഷാശാസ്ത്രം അറിയണം, ഫോണറ്റിക്സ് അറിയണം, അതുമായി ബന്ധപ്പെട്ട ഹെർമനോട്ടിക്സ് അറിയണം. ഹെർമനോട്ടിക്സ് എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് യൂറോപ്യൻ ഭാഗങ്ങളിലൊക്കെ അധികം വിശദീകരിക്കപ്പെട്ട ദേവശാസ്ത്ര പഠനത്തിനാണ് പ്രധാനമായും ഹെർമനോട്ടിക്സ് എന്ന് പറയുക. വേദങ്ങളെക്കുറിച്ചുള്ള പഠനം, സേക്രഡ് ടെക്സ്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ് ഹെർമനോട്ടിക്സ്. അപ്പോൾ അത് വിശദീകരിക്കുമ്പോൾ ആരാണ് ഇരുന്നത്? അള്ളാഹു. അള്ളാഹു ആരാണ്? മാലിക്കുൽ മുൽക്ക്. അള്ളാഹു ആരാണ്? അള്ളാഹു ആരാണെന്ന് വിശദീകരിക്കുന്ന ഏറ്റവും ചെറുതും വലുതുമായ സൂറത്ത് നാസാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. മലിക്കും റബ്ബും ഇലാഹും. ഒരു ചെറിയ സൂറത്തിൽ അള്ളാഹു ആരാണെന്ന് പൂർണ്ണമായും വിശദീകരിച്ചു. റബ്ബാണ്, മുഴുവൻ ലോകത്തെയും സംരക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, പോറ്റുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, കൈകാര്യം ചെയ്യുന്നവൻ. മലിക്കാണ്, മുതലാളി, രാജാവ്, ഉടമസ്ഥൻ എല്ലാമാണ്. ഇലാഹാണ്, അള്ളാഹു ആരാധ്യനാണ്. ഇതാണല്ലോ അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ അള്ളാഹു ആണ് ഇരുന്നത്. അപ്പോൾ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? മുഴുവൻ അധികാരവും കയ്യിലുള്ളവനാണ് ഇരുന്നത്. അപ്പോൾ അതൊരു രാജാധിപത്യത്തെയും ഏകാധിപത്യത്തെയും മുഴുവൻ സമ്പൂർണമായ അധികാരത്തെയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലാണ് ആധുനിക പണ്ഡിതന്മാർ സുമ്മസ്തവാലൽ അർഷ് എന്നതിനെ ഉപയോഗിക്കുന്നത്. അതല്ല അള്ളാഹു സമസനത്തിൽ ഇരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ തരത്തിലുള്ള ദൈവിക ശാസ്ത്ര പഠനങ്ങൾ, ഹെർമനോട്ടിക്സ് മുന്നിൽ വെച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന് ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതിന് അറിയണമെങ്കിൽ അള്ളാഹു ആരാണെന്ന് ആദ്യം അറിയണം. എന്നാലല്ലേ അള്ളാഹു ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചർച്ചകൾ, അതാണ് മുത്തശാബിഹുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചിലർ പറഞ്ഞു മുത്തശാബിഹത്ത് എന്ന് പറഞ്ഞ് വിശദീകരിക്കാനേ പാടില്ല. അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, അങ്ങനെ വേറെ വിശദീകരണങ്ങളൊന്നും വേണ്ട. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞു വലാ തഖ്ഫി മാ ലൈസ ലക ബിഹി ഇൽമ, വിവരമില്ലാത്തതിൻ്റെ പുറകിൽ പോകാൻ പാടില്ല. പക്ഷേ ചില പണ്ഡിതന്മാർ അല്ല, നമ്മൾ ആ വിശദീകരണം കൊണ്ട് ഉമ്മത്തിന് കൂടുതൽ ഉപകാരമാണെങ്കിൽ നമുക്ക് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ആ ആയത്തുകളെ പോലും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അവരെ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പറയുന്നത് ഈ തരത്തിൽ മുത്തശാബിഹമായി തന്നെ ബന്ധപ്പെട്ട വിവിധ ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് തോട്ടുകൾ പോലും അതുമായി ബന്ധപ്പെട്ടുണ്ട്. മുഅ്തസിലി ചിന്തകളുടെയൊക്കെയും പ്രധാന വിഷയങ്ങൾ മുത്തശാബിഹമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതായത് ആറാഫ് എന്താണ്, പാപം, കുറ്റം, ശിക്ഷ, അത് ആർക്കാണ് ലഭിക്കുക, അത് ഒരാളൊരു ചെറിയ പാപം ചെയ്താൽ അവൻ കുഫ്റാകുമോ ഇല്ലയോ, ഇത് അള്ളാഹ് തീരുമാനിക്കേണ്ടതാണെങ്കിലും മുഅ്തസിലികൾ എന്ത് ചെയ്തു, അത് തീരുമാനിച്ചു. ഖവാരിജികളൊക്കെയും ഇത് കൈകാര്യം ചെയ്തുകൊണ്ടാണ്, തെറ്റായി പോയതുകൊണ്ട് അലീനെയും അമ്രുൽ നാസിനെയും മുആവിയ റളിയല്ലാഹു അൻഹുമ ഇവരെയൊക്കെ വധിക്കണമെന്ന് അവർ തീരുമാനിച്ചത്. കാരണം മനുഷ്യന്മാർ തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് അവരെത്തി. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയുള്ള ആയത്തുകളുടെ പുറകെ പോവേണ്ടതില്ല എന്ന്. കാരണം ഫിത്ന ഉണ്ടാവേണ്ടതില്ല എന്ന രീതിയിൽ ചില ആൾക്കാർ ചിന്തിച്ചത് ഈ മുത്തശാബിഹുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ വിടുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഈ മുത്തശാബിഹമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളും മുഹക്കമാത്തിൻ്റെ നിയമവിധികളും പ്രകടമായ വിഷയങ്ങളുമൊക്കെയും എന്തിട്ട് ഇസ്ലാമിക ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ലാഹിരി മദ്ഹബ് പോലും ഉണ്ടായത്. ലാഹിരി മദ്ഹബ് ലോക പ്രശസ്തമായ ടുണീഷ്യ, മൊറോക്കൻ ഭാഗങ്ങളിലൊക്കെയും കൂടുതൽ വിശാലമായ മദ്ഹബാണ്. അതിനെ പിൽക്കാലത്ത് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ലിറ്ററലിസം എന്ന് പറയുന്ന ഒരു ചിന്താധാര ടെക്സ്റ്റുമായി കേന്ദ്രീകരിച്ച് പിന്നീടുണ്ടായി. എന്നുവെച്ചാൽ ലിറ്ററൽ വായന മാത്രം നടത്തുക, അക്ഷര വായന എന്നാണ് നമ്മൾ അതിന് പറയുക. പക്ഷെ ഇമാം ലാഹിരി അങ്ങനെ ആയിരുന്നില്ല. ഇബ്നു ഹസം ലാഹിരി അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം ആഴത്തിലുള്ള പണ്ഡിതനാണെങ്കിൽ പോലും പക്ഷെ പിൽക്കാലത്ത് ലാഹിരി മദ്ഹബ് എന്ന രീതിയിൽ തന്നെ അത് പേരറിയപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹം ആഴത്തിലുള്ള പണ്ഡിതനായിരുന്നു. പക്ഷെ ആ പേര് അങ്ങനെ ആയതുകൊണ്ട് ഇവരൊക്കെ ലിറ്ററലിസ്റ്റിക് വായന എന്ന രീതിയിലായി. നിങ്ങൾക്കറിയാമോ, നമ്മളുടെ ലോകത്തെ പ്രധാന ചിന്താധാരയാണ് സലഫി സ്കൂൾ ഓഫ് തോട്ട്. സലഫി സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം അത് ലാഹിരി മദ്ഹബ് ലിറ്ററലിസ്റ്റിക് വായന രീതി നടത്തുന്നവരാണ് എന്നതാണ്. പക്ഷെ അങ്ങനല്ല. ഇമാം അഹ്മദ് ഹംബൽ ആഴത്തിൽ ബാത്തിൻ അറിയുന്ന ആളും കൂടെ ആയിരുന്നു. മുഅ്തസിലികളുടെ ഈ തരത്തിലുള്ള മുത്തശാബിഹായ ചിന്തകളെയൊക്കെ ശക്തമായ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത ആളാണ് ഇമാം അഹ്മദ് ഹംബൽ. ആ ഇമാമിനെ ഇന്ന് ഇരുന്നു കൊണ്ട് ലാഹിരിയാണെന്ന് വാദിക്കുമ്പോൾ ഒരു അപകടം ആലോചിച്ച് നോക്കുക. പക്ഷേ അദ്ദേഹം സലഫിസത്തിൻ്റെ അപ്പോസ്തലൻ ഇമാം അഹ്മദ് ഹംബലാണ്. പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാണ്, ഇബ്നു ഖയ്യിമാണ്, ഇബ്നു അസീറാണ്. ഇവരൊക്കെ ഈ തരത്തിലുള്ള ലിറ്ററലിസ്റ്റിക് വായന നടത്തുന്നവരാണെന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം നിറഞ്ഞ ഒരു വായനയാണത്, ആരോപണമാണെന്ന് തിരിച്ചറിയുക. ഞാൻ പറഞ്ഞത് ഈ ലിറ്ററലിസം എന്ന് പറയുന്നതും ഒരു പ്രധാന വിഷയമായി വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാത്തിൻ എന്നത് അതെന്താണ്, അനിവാര്യമാണ്. പക്ഷേ അതേ ഇമാം ഗസാലി തന്നെ ബാത്തിനിയ എന്ന് പറയുന്നൊരു വിഭാഗത്തിനെതിരെ പോരാടിയ ആളാണ്. ഖുർആനിൽ ആന്തരിക വായനയാണ് കൂടുതലുള്ളതെന്നും ആ വായനയ്ക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നതും ആ വായന കൊണ്ട് വലിയ ഫിത്ന ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ സെൽജൂക്കിയൻ ഡൈനാസ്റ്റി നടക്കുന്ന ഭാഗത്ത് സെൽജൂക്കുകളുടെ മലിക് ഷായുടെ കാലഘട്ടത്തിൽ ആ സമയത്താണ് ഇമാം ഗസാലി നിസാമുൽ മുൽക്കിൻ്റെ മദ്രസയിലെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ബാത്തിനികൾ വലിയ പ്രശ്നമുണ്ടായത്. അന്നത്തെ അലവികളുമായി ചേർന്നൊരു വിഭാഗമാണ് ഈ ബാത്തിനികൾ. അവർ ഖുർആൻ്റെ അന്തർധാര മാത്രം മനസ്സിലാക്കണം, അവിടെയാണ് ഇൽമു കൂടുതലുള്ളത്, അത് കൂടുതലുള്ളത് ഇമാം അലിക്കാണ്. അങ്ങനെയാണ് ഒരു ഷിഈ കൺസെപ്റ്റിൻ്റെ അന്നത്തെ ഒരു വിഭാഗമാണ്. ഷിഈ അന്നൊന്നും വലുതായിട്ടില്ല, പക്ഷേ അതിൽ തന്നെ ഉള്ള അവരോട് ഒരു പൊളിറ്റിക്കൽ ഫേവറിറ്റിസം കാണിച്ചൊരു വിഭാഗമാണ് ബാത്തിനികൾ. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബാത്തിൻ കൺസെപ്റ്റ് അനിവാര്യമായി പഠിക്കണമെന്ന് പറഞ്ഞ അതേ ഇമാം ഗസാലി ഈ ബാത്തിനി ഗ്രൂപ്പുകൾക്കെതിരെ കിതാബ് എഴുതുകയും വർക്ക് ചെയ്യുകയും കൂടിയ ആളാണ്. ഞാൻ പറഞ്ഞത് എല്ലാത്തിനെയും എന്ത് ചെയ്യണം, ഒരു ബാലൻസോടുകൂടി സമീപിച്ചിട്ട് വേണം ഖുർആൻ പഠിക്കേണ്ടത് എന്നാണ് ഇമാം ഗസാലി സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ലാഹിർ മാത്രമാണെന്ന് പറയുന്നത് അത് അപകടമാണ്, ബാത്തിന് മാത്രമാണെന്ന് പറയുന്നതും അപകടമാണ്. ഇത് രണ്ടിനെയും ചേർത്ത് വെച്ച് വേണം പഠിക്കേണ്ടതെന്ന് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അവിടുത്തെ പദമാണ് ലിക്കുല്ലി കലിമത്തിൻ വാഹിറും വബാത്തുൻ ഹദ്ദുൻ.
മുത്തല എന്ന് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത്. അതിൻ്റെ കൂടെ അടുത്ത ഭാഗമാണ് നമ്മളുടെ പ്രധാന വിഷയമായ തഫ്സീറിൻ്റെ മൻഹജുകളെ കുറിച്ചിട്ടുള്ള ചർച്ച. തഫ്സീറിൻ്റെ മൻഹജ് എന്ന് പറയുന്നത് അത് വിവിധ രീതിയിലാണ്. ഇസ്ലാമിക ലോകത്ത് പല രീതിയിലാണ് തഫ്സീറുകൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സൂറാത്ത് എന്ന രീതിയിൽ വാക്കുകൾ ആയത്ത് കൊണ്ട് വിശദീകരിക്കുകയും കൂടെ ഹദീസ് കൊണ്ട് വിശദീകരിക്കുകയും സഹാബികളുടെയും താബികളുടെയും താബികളുടെയും അഖ്വാലുകൾ കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ട്രീമിൽ തഫ്സീറുകൾ ഉണ്ടായി. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഇമാം തൊബരിയാണ്. അവസാനത്തെ നല്ലൊരു ഉദാഹരണം ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീർ ഇബ്നു കസീറാണ്. ഇതൊക്കെ അത് വായിക്കുകയാണെങ്കിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളും വിശദീകരണങ്ങളും ഹദീസുകളും താബികളുടെയും എല്ലാവരുടെയും ഒരു അഭിപ്രായം മുഴുവൻ ഒരായത്തിൽ നമുക്ക് ലഭിക്കും. അതായിരുന്നു പ്രധാനമായും ഒരു സ്ട്രീം. ഇപ്പോഴും നല്ലൊരു ശതമാനം ആൾക്കാർ അത് തുടരുന്നത് കാണാം. മറ്റൊന്നാണ്, മധ്യകാലഘട്ടത്തിലേക്ക് ഈ അബ്ബാസി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു വൈജ്ഞാനിക വിസ്ഫോടനമുണ്ടായി. ഗോൾഡൻ ഏജ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാലം. ആ ഒരു പശ്ചാത്തലത്തിൽ വിവിധ ഫിലോസഫികളുടെയും ചിന്തകളുടെയും മെത്തേഡുകളുടെയും ഒരു ഇസ്ലാമിക ലോകത്തേക്കുള്ള ഒരു ആഗമനമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ കുറച്ചും കൂടി റാഷണലായി, ബുദ്ധിപരമായി, റാഷണൽ എന്ന് പറയുമ്പം ഇസ്ലാമിൻ്റെ ഓപ്പോസിറ്റായി ചിന്തിക്കേണ്ടതില്ല, യുക്തിപരമായി ബുദ്ധിപരമായി അത് ചിന്തിക്കുക. അതിൻ്റെ കൂടെ തന്നെ 10ാം നൂറ്റാണ്ടുകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉലൂമുൽ ഖുർആന്റെ ചർച്ചകൾ കൂടുതൽ സജീവമായി. അപ്പോൾ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? തഹസ്സുസ്, സ്പെഷ്യലൈസേഷൻ ഓരോരുത്തരുടെയും ഭാഗമായി മാറി. അതായത് ഒരൊറ്റ സ്ട്രീമിൽ പോകുന്നതിന് വ്യത്യാസമായി സ്പെഷ്യലൈസ്ഡ് ആയ രീതിയിൽ തഫ്സീറുകൾ ഉണ്ടായി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, അബ്ദുൽ ഖാദർ ജീലാനിൻ്റെ പേരിൽ തഫ്സീർ ജീലാനി എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത കിതാബുള്ള ഒരു ശേഖരമാണ്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഖ്ഹുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു താത്വികമായ, ഒരു മെറ്റാഫിസിക്കലായ, ഒരു ഫിലോസഫിക്കലായ ചർച്ചകളായിരിക്കും കൂടുതൽ ആ കിതാബിൽ കാണാം. അതിൻ്റെ കൂടെയാണ് ഏറ്റവും പ്രമാണമായ രണ്ട്, ഇമാം സമഖ്ശരിയുടെ കശാഫും ഇമാം തഫ്സീർ റാസി, ഇമാം റാസിയുടെ തഫ്സീർ റാസിയും. ഈ രണ്ട് കിതാബുകൾ ഇമാം റാസി എവിടെയൊക്കെ വിശദീകരണം പറയുമ്പോഴൊക്കെയും ഇമാം സാഹിബുൽ കശാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റെഫർ ചെയ്യുക. അദ്ദേഹം ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് ഇമാം സമഖ്ശരീനെയാണ്. ഇവർ രണ്ടുപേരുടെയും രീതി, ഇമാം സമഖ്ശരി മുഅ്തസിലി ആയിരുന്നു, അല്ലെങ്കിൽ മുഅ്തസിലി ചിന്തയിൽ ആകർഷ്ടനായ ആളായിരുന്നു. ഇമാം റാസിനെ കുറിച്ചും അങ്ങനെ പറയുന്നത് കാണാം. പിന്നീട് അദ്ദേഹം തൗബ ചെയ്തു എന്നൊക്കെയും ചില ചരിത്ര വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ഭാഗത്തിൽപ്പെട്ടതല്ല. എന്നാൽ പോലും ആ ഒരു സ്ട്രീമിൻ്റെ ഒരു പ്രത്യേകത കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങുക. നിങ്ങൾ തഫ്സീർ റാസി വായിക്കുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാവും. ഒരായത്തെടുത്തിട്ട് തഫ്സീർ റാസി നോക്കുക, അദ്ദേഹം അതിനെ അസ്ഇലത്തുകളായി വേർതിരിക്കുന്നത് കാണാം. ചോദ്യങ്ങൾ, ഒരായത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുക. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറയുക. എന്താണ് ഹുവ? ഈ ഹുവയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹു എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തിനെ തന്നെ കീറി മുറിച്ചുകൊണ്ടാണ് ഇമാം റാസി തഫ്സീർ നടത്തുക. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എപ്പിസ്റ്റിമോളജി, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണം വരുന്നു. ഹെർമനോട്ടിക്സ് അതിൻ്റെ പ്രധാനമായ ഒരു ഭാഗമായി മാറുന്നു. ഇൽമുൽ ബയാൻ, സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിൽ ഭാഗമായി മാറുന്നു. അതിൻ്റെ പോലെ തന്നെ ബലാഗ എന്താണെന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ബലാഗ എന്ന് പറയുന്നത് അത് ജോയിനിങ്ങിനെ കുറിച്ചും വസ്ലിനെ കുറിച്ചും ഈ വിഘാതമായി നിൽക്കുന്ന വേറിട്ട് പോകുന്നതിനെ കുറിച്ചുമുള്ള പഠനമാണ് ബലാഗ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇമാം റാസിയുടെ കിതാബുകൾ നമുക്ക് ഈ ബലാഗയെ വിശദീകരിക്കുന്നത് കാണാം. പദങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് ഹർഫുകളാണെങ്കിലും നൗണും തമ്മിലുള്ള ബന്ധം, ക്രിയയാണെങ്കിലും ക്രിയയും നൗണും തമ്മിലുള്ള വേർതിരിയുന്നത് എവിടെ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തഫ്സീർ റാസി വിശദീകരിക്കുന്നത്. അതൊരു മറ്റു സ്ട്രീമായി ഇസ്ലാമിക ലോകത്ത് പ്രധാനമായി നേടി. അതുപോലെ തന്നെ ഇബ്നു ഉസൈമിൻ്റെ തഫ്സീർ, അതുപോലെ ഇമാം ജുനൈദ് ബാഗ്ദാദിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അബ്ദുൽ ഖാദർ ജീലാനിയുടെ ബന്ധപ്പെട്ട ചർച്ചകൾ. ഇമാം ഗസാലി തഫ്സീർ എഴുതിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കിതാബുകളിലുള്ള ഖുർആനെ വിശദീകരണങ്ങളെക്കുറിച്ച് ഒരു ആധ്യാത്മികമായൊരു വശമാണ് ഇമാം ഗസാലി കൂടുതൽ നടത്തിയെന്ന് പറയുന്ന ചിന്തകൾ നമുക്ക് കാണാം. പിന്നീട് അത് സയൻറ്റിഫിക്കായ രചനകളുണ്ടായി, ശാസ്ത്രം പറയുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ടായി. അതിൻ്റെ കൂടെ പിന്നീട് അതിലുണ്ടായത് സാഹിത്യ മേന്മ, സുഫൂത്ത് തഫാസീർ എന്ന് പറയുന്ന കിതാബുകൾ നമുക്ക് മുമ്പിൽ ചെറിയ കിതാബുകളായി കാണാം. സാഹിത്യത്തിൻ്റെ മേന്മ പറയുന്ന കിതാബുകളുണ്ട്, ബലാഗ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കിതാബുകളുണ്ട്. അങ്ങനെ തഫ്സീറിനെ തന്നെ പലതരം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തഹസ്സുസ് നടത്തുന്ന, സ്പെഷ്യലൈസേഷൻ നടത്തുന്ന രീതിയിൽ തഫ്സീറുകൾ ഉണ്ടായതും നമുക്ക് കാണാം. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞ് തഫ്സീറിൻ്റെ ഉള്ളിലുള്ള സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് പറയുന്ന, അത് ഇമാം ആലൂസി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇബ്നു ആഷൂർ,
ഇബ്നു ആഷൂറിൻ്റെ കിതാബുകൾ, ഇമാം ആലൂസിയുടെ കിതാബുകൾ, സെയ്ദ് ഖുത്ബ് മൗദൂദി, ഈ അബുൽ ഹസൻ, ഈ അമീൻ ഹസൻ നദ്വി, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹമീദുദ്ദീൻ ഫാറാഹി, ഇവരുടെയൊക്കെ രചനകളിൽ കുറച്ചും കൂടി ഖുർആൻ്റെ ഒരു സാമൂഹ്യ വശങ്ങളിലേക്ക് ഇറങ്ങുന്ന രീതികൾ നമുക്ക് കാണാം. അങ്ങനെ ഖുർആൻ തന്നെ തഫ്സീറുകളെ പലതരം മൻഹജുകളിലൂടെ കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ രീതികളെക്കുറിച്ചും സംസാരിക്കുന്ന നമുക്ക് ഉലൂമുൽ ഖുർആൻ കാണാം. പിന്നെ ആരാണ് മുഫസ്സിർ? ആർക്കാണ് തഫ്സീർ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, അവൻ മുസ്ലിം ആവണം. കാരണം ഈമാൻ ഇല്ലാത്തവന് കെലിമത്ത് സംസാരിക്കാൻ കഴിയില്ല. ഡിവൈൻ എന്നത് ഡിവൈനിറ്റിനെ കുറിച്ച് ധാരണയുള്ളവനല്ലേ സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് മുഫസ്സിർ ആരാവണം? അവൻ മുസ്ലിം എന്ന നിലയിൽ എന്നെക്കാളും കുറച്ചുകൂടെ കടന്ന് ഒരു ഈമാനിൻ്റെ മുഅ്മിൻ എന്ന രീതിയിലേക്ക് വിശദീകരിക്കുന്നത് കാണാം. അത് മാത്രമല്ല, അറബി ഭാഷയാണല്ലോ ഖുർആൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഖുർആൻ നബിയെ തന്നെ മുഹമ്മദ് അറബി എന്ന രീതിയിലാണ് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഭാഷ അറിയണം, ഭാഷയുടെ ചരിത്രം അറിയണം. വെറും ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ, ഇതിൻ്റെ വ്യത്യസ്ത രീതികൾ, ഡൈവർജൻ്റ് രീതികൾ, മാനിഫെസ്റ്റേഷൻസ് ഭാഷ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഒരാൾ ഖുർആൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ തഫ്സീർ എഴുതാം എന്ന രീതിയിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഖുർആൻ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു, ഒരു പദത്തിൻ്റെ പ്രത്യേകതകൾ എന്ത്, ആ പദം ഏതൊക്കെ മാനങ്ങളുണ്ട് നമുക്കറിയാം. ഖുർആൻ തന്നെ ഈ മസഹ എന്ന് പറയുന്ന പദം തൊട്ടു, തടവി എന്നൊക്കെയാണ്. അപ്പോൾ ഈ തടവലാണോ കഴുകലാണോ, നമ്മൾ വുദു എടുക്കുമ്പോൾ ഉള്ള രീതികളെക്കുറിച്ച് ചർച്ചകൾ ഫിക്കുകൾ കാണാം. അപ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥം നമുക്ക് അതാണ്. ലാമസ എന്ന് പറഞ്ഞാൽ ഖുർആൻ സെക്സുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ലാമസ എന്ന് വെച്ചാൽ തൊട്ടു എന്നാണ് അർത്ഥം. അവിടെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അതുപോലെ തന്നെ നിഫാഖ് എന്ന പദം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ശബ്ദമാണ്. ഈ തുരപ്പൻ രീതിയെ തുരപ്പ് ഉണ്ടാക്കുന്ന സമൂഹത്തിനാണ് നിഫാഖ് എന്നുള്ള പദം ഉള്ളത്. ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ കുഴപ്പമുണ്ടാക്കുന്നവർ ഉപയോഗിക്കാനാണ് മുനാഫിഖ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പദത്തിൻ്റെ റൂട്ട് വേർബ്, അതായത് ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് നന്നായി അറിയാത്തവന് ഖുർആൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ചരിത്രം അറിയണം. മുസ്ലാമിൻ്റെ ചരിത്രം മാത്രമല്ല, സബബ് നുസൂല് മാത്രമല്ല, ലോക ചരിത്രവും അറിയണം. മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം അറിയണം. പിന്നെ ഇതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ നന്നായിട്ട് അറിയണം. അതുമാത്രമല്ല, നിലനിൽക്കുന്ന വിവിധ ജ്ഞാനങ്ങളും കൂടി അറിയണം. കാരണം ഖുർആൻ ചിലപ്പോൾ സയൻസ് സംസാരിക്കും. ഖുർആൻ സയൻസിന് വേണ്ടിയിട്ടുള്ള കിതാബല്ല. ഖുർആൻ ഫിലോസഫിക്കലായൊരു മാനമുണ്ട്, എന്നാൽ ഖുർആൻ ഫിലോസഫിയുടെ കിതാബല്ല. ഖുർആൻ സാമൂഹ്യശാസ്ത്രം സംസാരിക്കും, എന്നാൽ ഖുർആൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ കിതാബല്ല. പക്ഷെ ഇതെല്ലാം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായി ധാരണയില്ലാത്ത ഒരാൾക്ക്, അതായത് നിലനിൽക്കുന്ന വൈജ്ഞാനിക ധാര, കഴിഞ്ഞു പോയ വൈജ്ഞാനിക ധാരകൾ, അതിൻ്റെ ഇവല്യൂഷൻ, ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് നല്ലൊരു തഫ്സീർ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാകപ്പിഴകൾ കൂടുതൽ സംഭവിക്കും. മാത്രമല്ല, ഖുർആനിൻ്റെ ലക്ഷ്യം അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? തഫ്സീർ എഴുതുമ്പോൾ സർവമത സത്യവാദത്തിന് വേണ്ടി കിതാബ് എഴുതാൻ പറ്റും. ഖുർആൻ ലക്ഷ്യം അള്ളാഹു ഏകനാണ്, ഇന്ന ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റാണ്. ഈ ദീൻ എന്ന് പറയുന്നത് യുഗഹിറു അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനിനേക്കാളും ജയിക്കാനാണ് ഇസ്ലാം ഖുർആനെ കൊണ്ടുവന്നത്. അങ്ങനൊരു ആശയം പഠിക്കുന്ന ഒരാൾക്ക് സർവമത സത്യവാദം പറയാൻ വേണ്ടി തഫ്സീർ എഴുതാൻ കഴിയില്ല. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ പാളിച്ചകൾ സംഭവിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് എന്തിനു ഖുർആൻ വന്നു എന്നും കൂടി അറിയൽ ഖുർആൻ്റെ അനിവാര്യതകളാണ്. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകൾ പാലിച്ചാൽ മാത്രമേ, കൊണ്ടു നടന്നാൽ മാത്രമേ തഫ്സീർ ശരിയായി കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്ന് വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതിൽ ചില കാര്യങ്ങളാണ് കോണ്ടെക്സ്റ്റ് മീനിങ്. ഖുർആന് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ലാഹിരിയായ ബാത്തിനായ മീനിങ്ങുകളുണ്ട്, അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ പോലെ കോണ്ടെക്സ്റ്റുമുണ്ട്. കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്തിക്കൊണ്ട് മറ്റൊരു വിശദീകരണം നൽകാൻ ഖുർആൻ ചെയ്യാൻ കഴിയില്ല. അത് നമ്മളത് കോണ്ടെക്സ്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഉലൂമുൽ ഖുർആൻ്റെ പ്രധാന ഒരു ചർച്ചാ വിഷയമാണ്. അത് വന്ന ഒരു പശ്ചാത്തലവും അത് നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലവും മനസ്സിലാക്കാതെ ഖുർആനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഉലൂമുൽ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പിന്നൊന്നാണ് ആധുനിക കാല ഖുർആനോടുള്ള ചില സമീപനങ്ങൾ. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് മോഡേണിസ്റ്റ് വായന. അത് മോഡേണിസ്റ്റ് രീതികൾ യൂറോപ്യൻ രീതിയിൽ രൂപപ്പെടുകയും പിന്നെ അത് ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ ഒരു കാലികമായിട്ടുള്ള ഖുർആൻ്റെ വായന നടത്തുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ നിന്ന് ചിലത് അടർത്തിയെടുത്തി കളയുന്ന രീതി അവർ ചെയ്തിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ കിതാബ്. അദ്ദേഹവും ഒരു തഫ്സീർ എഴുതിയിരുന്നു.
ആ തഫ്സീറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മോജിസത്തിനെ നിഷേധിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൺസെപ്റ്റ്. കാരണം മോജിസത്ത് എന്ന് പറയുന്ന ഒരു സമകാലികമായ ചിന്തയ്ക്ക് ചേർന്നതല്ല, അത് സയൻറ്റിഫിക്കായ റാഷണലായ ഒരു വിഷയമല്ല. അതുകൊണ്ട് മോജിസത്തിന് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചും കൂടി തള്ളിക്കളയാനുള്ള ശ്രമം നടത്തി. കേരളത്തിൽ അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് CN അഹമ്മദ് മൗലവിയുടെ തഫ്സീർ. അദ്ദേഹവും ഈ തരത്തിലുള്ള ശാസ്ത്രീയ വിശദീകരണം നടത്തുക അല്ലെങ്കിൽ റാഷണലായ വിശദീകരണം നടത്തുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ തള്ളിക്കളയാൻ ശ്രമിച്ചു. ഒരു ഉദാഹരണമാണ് മരംകൊത്തി എന്നത് മരംകൊത്തിയല്ല, അതൊരു മനുഷ്യനാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. അതുപോലെ നെംലത്ത്, ഒരു ഉറുമ്പ്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ഇതേപോലെ വിശദീകരണം നടത്തുന്നുണ്ട്. ആ നെംലത്ത് സംസാരിക്കുന്നു പറയുന്ന ഭാഗമുണ്ടല്ലോ, അതിൽ ഉറുമ്പല്ല, നെംലത്ത് എന്ന് പറഞ്ഞാൽ വാദിൻ നെംലി എന്ന് പറയുന്ന ഒരു നെംലിൽ ഒരു വാദിയിലെ താഴ്വരയിലെ ഒരു സ്ത്രീയാണ് നെംലത്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഉറുമ്പല്ല അതൊരു പെണ്ണാണ് എന്ന രീതിയിൽ CN അഹമ്മദ് മൗലവി വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കടൽ പിളർന്ന സംഭവം, നമ്മൾ വെള്ളത്തിൽ കാല് വെച്ചാൽ വെള്ളം പിന്നോട്ട് പോകുമല്ലോ, അതുകൊണ്ട് ഒരുപാട് പേര് വന്നപ്പം മാറിയതാണ് എന്ന തരത്തിൽ ശാസ്ത്രം പറയാൻ വേണ്ടി അശാസ്ത്രീയത പറഞ്ഞ ചില തഫ്സീർ വിശദീകരണങ്ങളും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഖുർആൻ അവലോകനങ്ങളിൽ കാണുവാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയോ ആരൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ചില വായനകൾ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. മോഡേണിസ്റ്റ് വായനയുടെ പ്രത്യേകതകളാണ്. അതേസമയം തന്നെ കാലികമായ മോഡേൺ എന്ന് പറയുന്നത് കാലികമായ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ അതെന്താൻ പാടില്ല, മൗലികതയ്ക്ക് എതിരാവാൻ പാടില്ല. അതാണ് നമ്മൾ പ്രത്യേകം ഈ വിഷയത്തിൽ മനസ്സിലാവേണ്ടത്. കാലികമായ രീതിയിൽ തഫ്സീർ ചെയ്ത ഇബ്നു ആഷൂറിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരാരും മൗലികതയ്ക്കെതിരായിരുന്നില്ല. അതൊക്കെയും ചേർത്ത് വാങ്ങണം. ഞാൻ പറഞ്ഞു വന്നത് കാലികമായ വായന, മോഡേണായ വായന, മോഡേണിസ്റ്റ് എന്നല്ല, മോഡേണായ വായന നല്ലതാണ്, പക്ഷെ അത് മൗലികമായ ഫണ്ടമെൻ്റലായ കൺസെപ്റ്റിനെതിരാവാൻ പാടില്ല എന്നതാണ് ഉലൂമുൽ ഖുർആൻ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ കൂടെ തന്നെയാണ് ഓറിയൻ്റലിസ്റ്റ് വായന ഉണ്ടായത്. ഒരുപാട് തഫ്സീറുകൾ അവരിലും വായനകൾ, തഖസ്സുസ് ഒരു പ്രധാന വിഷയമായി മാറിയതോടുകൂടി 18 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ഓറിയൻ്റലിസ്റ്റ് വായനകൾ ഖുർആനെക്കുറിച്ച് വലിയൊരു ഭാഗമായി മാറി. അപ്പോൾ അവരുടെ രീതിയിൽ ഖുർആനിൻ്റെ ഈ ഡിവൈനിറ്റി ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് മുഹമ്മദിൻ്റെ പാണ്ഡിത്യം, മുഹമ്മദിൻ്റെ ഭാഷാ സൗന്ദര്യം, മുഹമ്മദിൻ്റെ സാമൂഹിക പാടവം, നേതൃപാടവം, മുഹമ്മദിന്റെ കരിഷ്മ എന്നൊക്കെ വെച്ചുകൊണ്ട് ഖുർആനിനെ ഈ ഓറിയന്റലിസ്റ്റ് പഠനങ്ങളുണ്ടായി. അവിടെ ഡിവൈനിറ്റി ഡിസ്കണക്ട് ചെയ്തു. അതാണ് ഓറിയന്റലിസത്തിന്റെ പ്രധാന വിഷയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേസ് ചെയ്തുകൊണ്ട് അവരെഴുതിയിട്ടുണ്ട്. ആ പ്രേസിൽ നബി എന്ന് പറയുന്ന ഒരു മുഹമ്മദനിസത്തിന്റെ ഫൗണ്ടർ എന്നാണ് അവർ കാണുന്നത്. അതായത് ഇസ്ലാമിന്റെ ഫൗണ്ടർ അല്ല, മുഹമ്മദനിസം എന്ന രീതിയിലാണ് അവരത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം വോൾട്ടയർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഈ യൂറോപ്യൻ നാഗരികതയൊക്കെ ഉയർച്ചയ്ക്ക് സഹായിച്ച ഒരാളാണ്. മുഹമ്മദ് എന്ന് പറയുന്ന രീതിയിലേക്ക് അയാൾ കിതാബ് എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യനാണ് ഇസ്ലാമിസം എന്നുള്ള പദം ആദ്യം രൂപപ്പെടുത്തിയത്. ആ മുഹമ്മദ് എന്ന് പറയുന്ന നോവലിൽ മുഹമ്മദ് നബി അതിക്രൂരനും ബാർബറിക്കുമായ ഒരു മനുഷ്യനാണ്. പക്ഷെ അതേസമയം തന്നെ മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ് എന്ന രീതിയിൽ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു സാമൂഹിക നേതാവ് എന്ന നിലയിൽ നബീനെ വാഴ്ത്തുകയും ചെയ്യുന്നത് കാണാം. ഒരേ സമയം തന്നെ സോപ്പിടുകയും ഊക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിത്രീകരിക്കുന്ന ഒരുപാട് ഓറിയന്റലിസ്റ്റ് രചനകളും ഉണ്ട്. മുഹമ്മദ് ചെയ്തത് എന്ന രീതിയിലാണ് ഓറിയന്റൽ രചനകളുടെ പ്രധാന ഒരു ഭാഗമുള്ളത്. മറ്റൊന്നാണ് ഫെമിനിസ്റ്റ് വായനകൾ. ഖദീജ, ഫാത്തിമ മിർനിസിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഖുർആൻ എന്ന് പറയുന്നത് നല്ല സാധനമാണെങ്കിലും പിന്നീട് ആൾക്കാർ വിശ്വസിക്കാൻ പറ്റൂല എന്ന രീതിയിൽ മുഹമ്മദ് ഉഷാറായിരുന്നു. പക്ഷേ നബിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ച് നമുക്ക് ഖുർആനെ കൈകാര്യം ചെയ്യാം എന്ന രീതിയിൽ ഖുർആൻ വായനകളുണ്ടായി. അത് മുഹമ്മദാണ് ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന രീതിയിലേക്കുള്ള രീതിയിൽ അവർ വായനകൾ നടത്തി. അങ്ങനെ ഫെമിനിസ്റ്റ് വായനകൾ ഉണ്ടായി. പക്ഷെ പിൽക്കാല പണ്ഡിതന്മാരാണ് മേൽ ഷോവനിസ്റ്റുകളായി മാറിയെന്നും ഖുർആൻ കുഴപ്പമല്ലാതെന്നും ഇവരുടെ ഖുർആൻ്റെ വായനകളാണ് ഖുർആൻ ഇങ്ങനെ ആക്കിയതെന്നും അവർ ഈ ഫെമിനിസ്റ്റ് വായനകളിലൂടെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു ഫെമിനിസ്റ്റ് വായനയും, കാരണം സ്ത്രീ വിമോചനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലിബറേഷൻ തിയോളജിയുടെ ഒരു ഭാഗമായിട്ടൊക്കെയും യൂറോപ്യൻ നാടുകൾ രൂപപ്പെട്ടതാണ്. ലിബറേഷൻ മൂവ്മെൻറ്റുകൾ ആഫ്രോ അമേരിക്കൻ വിഭാഗങ്ങളിൽ വളരെ ശക്തമായി. ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ച ഒരാളാണ് നമ്മുടെ ആമിന ബദൂദ്. ആമിന ബദൂദും 1985 ഇസ്ലാം സ്വീകരിക്കുന്നത്. അവർക്ക് ഇതേപോലെ തന്നെ ഒരു ആഫ്രോ അമേരിക്കൻ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു പശ്ചാത്തലമുണ്ട്. ആമിന ബദൂദിൻ്റെ ഖുർആൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന കിതാബിൻ്റെ ഇൻട്രൊഡക്ഷൻ അവർ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച വളർന്ന പശ്ചാത്തലം ഇതാണ്. ഒരു ലിബറേഷൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു മേൽ ഷോവനിസത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, അതിനെതിരെ പോരാടുന്ന ഒരു പശ്ചാത്തലമുണ്ട്.
വൈറ്റ് സുപ്രീമസിക്കെതിരെ പോരാടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം ഇതൊക്കെയും ഒരു മേൽ പുരുഷാധികാരത്തിൽ നിന്ന് രൂപപ്പെട്ട കാരണമായിട്ടാണ് അവരത് കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകളിലും ഇതിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ഖുർആൻ ആൻഡ് വിമൺ എന്ന് പറയുന്ന കിതാബിൻ്റെ തുടക്കത്തിൽ അവർ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആമിന വധുവിൻ്റെ ചിന്തകളെയും നമ്മൾ ഫെമിനിസ്റ്റ് ചിന്തകൾ ഉൾപ്പെടുത്തി പറയുന്നത്. പക്ഷെ അവർ ഫെമിനിസത്തിനെതിരായി ചിന്തിക്കുന്ന ഒരാളും കൂടാണ്. അൾട്രാ ഫെമിനിസ്റ്റ് രീതിക്കെതിരെ ശക്തമായ വിമർശനം നടത്തുന്ന ആമിന വധൂദിൻ്റെ ചിന്തകളിൽ പോലും അവർ സ്വയം സമ്മതിക്കുന്ന ഫെമിനിസ്റ്റ് അപ്രോച്ചുകൾ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ വർഗം എന്ന നിലയിൽ അവരുടെ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുന്ന തരത്തിൽ ഫെമിനിസ്റ്റ് വായനകളും കൂടി പിൽക്കാലത്തുണ്ടായി. ഞാൻ പറഞ്ഞത് ഇതും ഒരു തരത്തിൽ ഒരു ജെൻഡർ എന്ന തരത്തിലുള്ള ഉലൂമുൽ ഖുർആൻ്റെ ആധുനിക വികാസങ്ങളിലൊന്നാണ് ഈ തരത്തിലുള്ള ഖുർആൻ്റെ വായനകൾ. അങ്ങനെ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് വളരെ വിശാലമായ, വ്യത്യസ്തമായ, പ്രവിശാലമായ വിജ്ഞാനധാരകൾ ഒന്നിച്ച് അടങ്ങിയ ഒരു ലോകമാണ്. അതിനെ ആഴത്തിൽ പഠിക്കുകയും ആഴത്തിൽ പരിചയപ്പെടുകയും നമ്മൾ പറയാത്ത ഒരുപാട് വിഷയങ്ങൾ തന്നെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് ചെറുത്, അതുകൊണ്ടാണ് ഉലൂമുൽ ഖുർആൻ എന്ന് ജമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഖുർആനിൻ്റെ വിവിധ വൈജ്ഞാനിക ധാരകൾ എന്ന് പദം തന്നെ ഉപയോഗിക്കുന്നതും അതും കൊണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വിശാലമായൊരു ലോകം ഇതിലുണ്ട് എന്നും ഇതൊക്കെയും ഏതോ തരത്തിൽ ഖുർആനെ സേവിക്കുന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.